ഗുഡ് മോർണിംഗ് അല്ലല്ലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിബിൾ ആണ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, യെസ്. ശ്യാമ, ഓക്കെ. കേൾക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ, നോക്കട്ടെ. യെസ്, ഓക്കെ. അപ്പൊ നമ്മളെ എസ് ദേവിക, ഫാത്തിമ, ഗൗതം, ഓക്കെ, അപർണ, അഞ്ജലി, ഓക്കെ, ഓക്കെ, എസ് ലക്ഷ്മി, അശ്വതി, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ കാണിച്ച ഈ ഒരു ആക്റ്റീവ്നെസ്, ഈ ഒരു ചുറുചുറുക്ക്, ഈ ഒരു സ്മാർട്ട്നെസ്, ഇപ്പൊ ഈ കമന്റ് ചെയ്യാൻ, ഗുഡ് ഈവനിങ് പറയാൻ കാണിച്ച ആ ഒരു ആവേശം, പറഞ്ഞപ്പോ തന്നെ കാണിച്ച ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതങ്ങ് അവസാനം വരെ കാണിച്ചാൽ മതി, ജോലി കിട്ടും കേട്ടോ. യെസ്, ആ ഒരു അത്രയ്ക്ക് ക്വിക്ക് ആയിരിക്കണം നിങ്ങൾ. അല്ലാതെ അയാൾ അവിടെ കിടന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ എന്തോ കമന്റ് ചെയ്തിട്ട് അങ്ങനെയല്ല. ഒരു 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 എന്താ പറയാ, ഒരു സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും എന്ന് പറയുന്ന പോലെ ആയിരിക്കണം നമ്മൾ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇതൊരു ക്ലാസ് ആയിട്ട് ഞാനിവിടെ പുതിയ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാനായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് പുതുതായിട്ടൊന്നും നമ്മൾ എടുത്ത് തുടങ്ങുന്നില്ല. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ഉദ്ദേശം ഒരുപാട് അജ്ഞതകളും തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ എന്താ പറയാ, ഈ മിത്തുകളും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ ബാങ്കിൽ ജോലി എന്ന് പറയുന്നത്. ബാങ്കിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് എന്തോ വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കുന്ന വലിയൊരു പക്ഷം ആളുകൾ നമുക്കിടയിൽ ഇന്നുമുണ്ട്. ബാങ്കിലെ ജോലിയോ, അതൊന്നും സാധാരണക്കാർ നമുക്കൊന്നും പറ്റിയ കാര്യമില്ല. നിങ്ങളോട് തന്നെ നിങ്ങളൊരു ബാങ്കിൽ ജോലി കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ തിരിച്ചു കേട്ടിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും, മാത്സ് നന്നായിട്ട് നോക്കിക്കോണം കേട്ടോ, ബാങ്കിലെ ജോലി എന്ന് പറഞ്ഞാൽ കണക്കിൽ മിടുക്കനാണെങ്കിൽ ബാങ്കിൽ ജോലി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. ബാങ്കിലെ ജോലി അത് തന്നെയല്ല, ഇപ്പോഴൊക്കെ ബാങ്കിൽ മൊത്തം ബിടെക്കുകാരാ കയറുന്നത്. അങ്ങനെയുള്ള അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എവിടെ ജോലി കിട്ടത്തുള്ളൂ, ബാങ്കിൽ ജോലി കിട്ടത്തുള്ളൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ആദിത്യൻ ഉണ്ട്, ആഗ്നസ് ഉണ്ട്, ഓക്കെ. വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ബാങ്കിൽ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻസ് ഒക്കെ ആവശ്യമുള്ള, ഹൈ പൊട്ടൻഷ്യൽ ഒക്കെ ഉള്ള ഒരുപാട് അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് ബാങ്കിലെ ജോലി. അപ്പൊ ഈ ബാങ്കിലോട്ട് കയറി ചെല്ലുമ്പോൾ ഇവിടെ ഇരിക്കുന്നവന്മാരെല്ലാം ഭയങ്കര കില്ലാടികളായിരിക്കുമല്ലോ അല്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എവിടെ നിന്നേനെ? ലോകത്തിലെ ഏറ്റവും വലിയ എക്കോണമി നമ്മുടേതായിട്ട് മാറിയാനെ. സാർ ബികോക്കാർക്ക് കിട്ടാൻ പാടാണ്. യെസ്, അതും ഒരു മിത്താണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ മിത്തുകളെല്ലാം നമ്മൾ ഇന്ന് പൊളിച്ചെടുക്കാൻ പോവാണ്. യെസ്, അപ്പോൾ അതുകൊണ്ട് ബികോംകാർക്ക് കിട്ടാൻ പാടാണ് എന്നാണ് പറയുന്നത്. ബിടെക്കുകാർക്കാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. മാത്സിൽ റാങ്ക് ഹോൾഡർ ആണെങ്കിൽ, MSc മാത്സ് റാങ്ക് ഹോൾഡർ ആണെങ്കിൽ കിട്ടും. അപ്പം ഇവര് വിചാരിച്ചേക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഈ പറയുന്നവര് വിചാരിച്ചേക്കുന്നത് രാവിലെ നിങ്ങളുടെ ചീഫ് മാനേജർ വന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു 50 കണക്ക് തരും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ 50 കണക്ക് നിങ്ങളുടെ ആ എക്സ്പെർട്ടൈസും ഭയങ്കര മാത്സ് ബ്രില്യൻസ് ഉപയോഗിച്ച് ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 50 കണക്ക് ചെയ്ത് സാറിനെ ഏൽപ്പിക്കണം. ആ ചീഫ് മാനേജർ ഇതെല്ലാം നോക്കി വെരിഫൈ ചെയ്ത് ഇന്നത്തെ പണി കഴിഞ്ഞ് പൊക്കോ എന്ന് പറയും. ഇതാണോ ബാങ്കിലെ ജോലി? അല്ല. യെസ്, അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ പരീക്ഷ എന്താണ്, ഇത് ആർക്കൊക്കെ ഈ പരീക്ഷ എഴുതാം, എന്താണ് ഇതിന്റെ കാര്യങ്ങൾ, നമ്മുടെ ക്വാളിഫിക്കേഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം എനിക്കൊരു പ്രസന്റേഷൻ ഉണ്ട്, ഞാൻ അതൊന്ന് ഷെയർ ചെയ്തോട്ടെ. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ മക്കളെ? ചേട്ടാ കാണാം, ഓക്കെ. ഓക്കെ, ചാറ്റ് വിൻഡോ മാത്രം എടുത്തോന്ന് വെച്ചേക്കട്ടെ. യെസ്, അപ്പൊ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മളിത് പറഞ്ഞു പോകും. ഈ ഒരു ക്ലാസ് നിങ്ങൾ ഇത് അതുപോലെ തന്നെ ഈ ക്ലാസ് മാത്രമല്ല, ഇനി നമ്മൾ അങ്ങോട്ട് ഏതൊക്കെ ക്ലാസ് ഇതുപോലെ ഓൺലൈനായിട്ട് എടുക്കുന്നോ ആ ക്ലാസ് എല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം അതിൻ്റെ ആക്സസ് ഫ്രീ ആയിരിക്കും. ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്സായി പോകത്തില്ല. എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ കാണാനായിട്ട് പറ്റും. റെക്കോർഡഡ് സെഷൻസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ബാങ്ക് എക്സാം ചേസർ എന്നൊക്കെയാണ് ഞാൻ ഇതിന് പേരിട്ടേക്കുന്നത്. ഓടിച്ചിട്ട് പിടിക്കുക എന്നുള്ള അർത്ഥം അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട.
നിങ്ങളുടെ ഡ്രീമിനെ നിങ്ങൾ ചേസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങളുടെ സ്വപ്നമാണല്ലോ അത്, അതിനെ നിങ്ങൾ ചേസ് ചെയ്യുന്നു. അതിന് വെറുതെ കിട്ടത്തില്ലല്ലോ, സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ കിട്ടത്തില്ല, അതിന്റെ പുറകെ നമ്മൾ പോകണം. ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ അതിനെ ചേസ് എന്ന് ഇട്ടേക്കുന്നത്. അല്ലാതെ ഇത് ഓടിച്ചിട്ട് പിടിച്ചെടുക്കേണ്ട സാധനമാണ് എന്നൊരർത്ഥം അതിനില്ല. ഓക്കെ മക്കളെ, നമുക്ക് തുടങ്ങാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ ഞാൻ പറഞ്ഞത് ഒരു വെബിനാർ പോലെയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഞാൻ ഓറിയന്റേഷൻ പ്രോഗ്രാം ഓൺ BFSI റിക്രൂട്ട്മെന്റ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ BFSI എന്ന വാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിങ്, ഫിനാൻസ് സെക്ടർ ആൻഡ് ഇൻഷുറൻസ്. ബാങ്കിങ്, ഫിനാൻസ് സെക്ടർ ആൻഡ് ഇൻഷുറൻസ്, അതായത് നമ്മൾ ഇൻഷുറൻസ് കൂടെ ഇതിനകത്തിൽ കവർ ചെയ്യും. ബാങ്കിങ്ങിനോടൊപ്പം തന്നെ ഇൻഷുറൻസും കൂടെ നമ്മൾ നോക്കും. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. ഏറ്റവും വലിയൊരു ചോദ്യമാണ്, എന്താണ് ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? തട്ടിയും മുട്ടിയും ഡിഗ്രി ഒക്കെ പാസ്സായിടേ, ഇനി എന്താണ് നിന്റെ പ്ലാൻ? കാനഡയ്ക്ക് പോവാണോ, IELTS പോവാണോ? ഇപ്പൊ അതൊക്കെയാണല്ലോ ട്രെൻഡ്. എല്ലാവരും കൂടെ കാനഡയിലേക്ക് പോവാ. ഇപ്പൊ കാനഡയിൽ മുക്കിന് മലയാളികളെ അല്ലാത്ത ഒരുത്തനില്ല. റോഡോട്ട് ഇറങ്ങി എവിടെയെങ്കിലും ആരെങ്കിലും തട്ടുന്ന മലയാളികളാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ കാനഡയിൽ പോവാ, അയർലൻഡിൽ പോവാ, സ്വിറ്റ്സർലൻഡിൽ പോവാ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതാണ്. അപ്പൊ ഡിഗ്രിക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? ഡിഗ്രി തന്നെ ഇവിടെ ആരും പഠിക്കുന്നില്ല, ഡിഗ്രി എല്ലാം പുറത്തു പോയാണ് ഇപ്പോഴത്തെ ഒരു കുട്ടികളെല്ലാം പഠിക്കുന്നത്. അപ്പൊ ഡിഗ്രിക്ക് ശേഷം എന്ത് ചെയ്യും? ഓക്കെ, ഒരുപാട് ഓപ്ഷനുകൾ ഒരാളുടെ മുൻപിലേക്കുണ്ട്. ഗ്രാജുവേഷന് ശേഷം അയാൾക്ക് ഇപ്പം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, ഈ ഗവൺമെന്റ് ജോലി എന്നൊരു കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്ഥാന സർക്കാർ ജോലി, സ്റ്റേറ്റ് PSCകൾ എഴുതാം. ഏത് സംസ്ഥാനത്താണോ നിങ്ങൾ ജീവിക്കുന്നത് അവിടുത്തെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ എഴുതാം. ഇപ്പം നമ്മളുടെ LD ക്ലർക്ക്, അതിൽ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളുണ്ട്, 10ാം തരത്തിലുള്ള 10th ലെവൽ പരീക്ഷകളുണ്ട്, ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് അവിടെ എഴുതാം. അടുത്തൊരു ഓപ്ഷനാണ് നമ്മൾ പറയുന്ന SSC അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പൊതുവെ 2-3 തരത്തിലുള്ള പരീക്ഷകളാണ് നിർത്തുക. ഒന്ന് 10ാം ക്ലാസ് അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷകൾ, അതിനെ നമ്മൾ MTS എന്ന് പറയും, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ MTS പരീക്ഷകൾ. അങ്ങനെയുള്ള പരീക്ഷകൾ, ഗ്രൂപ്പ് B അങ്ങനെയൊക്കെയുള്ള പരീക്ഷകളുണ്ട്. പിന്നീട് അടുത്തത് വരുന്നതാണ് +2 നിലവാരത്തിലുള്ള പരീക്ഷകളുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് +2 നിലവാരത്തിലുള്ള പരീക്ഷകളെ പറയുന്നതാണ് CHSL, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എന്ന് പറയും. പിന്നീട് ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകളുണ്ട്, അതിനെ നമ്മൾ CGL എന്ന് പറയും. കോമൺ ആയിട്ട് പറഞ്ഞ ഇതല്ലാതെ വേറെ ഒരുപാട് GD വരുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ പരീക്ഷകളുണ്ട്. ഞാൻ കോമൺ ആയിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതാണ് SSC എന്ന് പറയുമ്പോൾ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. SSC എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ, നമ്മുടെ ഈ സ്റ്റേറ്റ് PSC പോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ജോലികൾ. അതിനകത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ടാക്സ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റുകൾ, AGs ഓഫീസർ, CAGs ഓഫീസർ, അങ്ങനെയുള്ള ഡിവിഷണൽ അക്കൗണ്ടന്റ് ജോലികൾ, അങ്ങനെയൊക്കെയുള്ള സെക്ടറുകളിലേക്കാണ് അവിടെ ജോലി കിട്ടുന്നത്. എന്നാൽ ബാങ്കിങ്, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ്, നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബാങ്കിങ് സെക്ടർ. ബാങ്കിങ് സെക്ടറിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പറയാം. അപ്പൊ ഇങ്ങനെ ഈ 3 ഓപ്ഷനുകളാണ് ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുമ്പോൾ പ്രധാനമാണ്. പിന്നെ വരുന്നുണ്ട് റെയിൽവേ വരുന്നുണ്ട്, ഓഫ് കോഴ്സ് റെയിൽവേ വരുന്നുണ്ട്. പിന്നെ അല്ലാതെ പൊതുമേഖല മറ്റ് സ്ഥാപനങ്ങൾ, ബെല്ല്, അതുപോലെ അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ വരുന്നുണ്ട്, NTPC അങ്ങനെയൊക്കെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള. അപ്പൊ ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പൊ പ്രധാനമായിട്ടും ഇങ്ങനെ നമുക്ക് PSC, ബാങ്ക്, SSC, റെയിൽവേ അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു പോവാം. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഗ്രാജുവേറ്റിന്റെ മുൻപിലുള്ള ഓപ്ഷനുകൾ. ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാളുടെ മുമ്പിലുള്ള ഓപ്ഷനുകൾ ഇതൊക്കെയാണ്. അതിൽ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ബാങ്കിങ് സെക്ടറിനെയാണ്. എന്തുകൊണ്ട് ബാങ്കിങ് സെക്ടർ? സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യമാണ്, എന്തുകൊണ്ട് ബാങ്കിങ് സെക്ടർ? വൈ ഷുഡ് ഐ ചൂസ് ബാങ്കിങ് ആസ് മൈ കരിയർ? എന്തുകൊണ്ട് ഞാൻ ബാങ്കിങ് എൻ്റെ കരിയർ സെലക്ട് ചെയ്യണം? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജോലി ചെയ്യുന്ന എന്തിനാണ്? പുണ്യം കിട്ടാൻ വേണ്ടിയാണ്. ആണോ? നിങ്ങൾക്ക് മാസാമാസം കുറച്ച് നിങ്ങളുടെ മുതലാളി ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചീഫ് മാനേജർ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങളെ നോക്കി ചിരിച്ചു കാണിച്ചാൽ നിങ്ങൾ ഹാപ്പി ആകുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനം തന്നാൽ നിങ്ങൾ ഹാപ്പി ആകുമോ? ഇല്ല. എൻ്റെ സേവനത്തിന് പെരുത്ത് നന്ദി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആവുമോ? ഇല്ല. നിങ്ങൾക്ക് കാശ് കിട്ടണം. സോ ഒന്നാമത്തെ ഇതെന്ന് പറയുമ്പോൾ ബെറ്റർ സാലറി. മറ്റ് ഏത് പ്രൊഫൈലിനേക്കാളും കുറച്ചുകൂടെ ഇൻ ടേംസ് ഓഫ് സാലറി ബാങ്ക് കുറച്ച് കൂടുതൽ അത് ഓഫർ ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം. 2, നിങ്ങൾക്ക് സൊസൈറ്റിയിലുള്ള നിങ്ങളുടെ ഒരു വാല്യൂ, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കിട്ടുന്ന ഒരു വാല്യൂ, അത് പോട്ടെന്ന് വെക്കട്ടെ, അത് തൽക്കാലം അങ്ങ് മാറ്റി നിർത്തുക. പിന്നെ അടുത്തത്, ബാങ്കിങ് സെക്ടർ എന്ന് പറയുമ്പം വളരെയധികം റാപ്പിഡ് ഗ്രോത്ത് ഉള്ള ഒരു സെക്ടറാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ് ഒരു സർവീസ് സെക്ടറാണ്.
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 140 കോടി ജനങ്ങളെ അവരുടെ ഫിനാൻഷ്യൽ നീഡിന് അവരെ അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഹ്യൂജ് ടാസ്ക് ആണ്. അപ്പൊ അതിന് വലിയൊരു മാൻ പവർ വേണം. എത്ര AI വന്നാലും ഇനിയിപ്പോ AI വരുന്നതുകൊണ്ട് ബാങ്കിലെ ജോലിയെല്ലാം പോകുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും ഇല്ല. അതിപ്പോ കമ്പ്യൂട്ടർ വന്നപ്പോൾ ജോലി പോകുമെന്ന് ചോദിക്കുന്ന പോലാണ്. ഇല്ല, കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടത്തില്ല, പുതിയത് ക്രിയേറ്റ് ചെയ്യപ്പെടത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഇത്രയും വലിയൊരു ഗ്രോത്ത് ഉള്ള ഒരു എക്കോണമി, ഒരു സെക്ടറാണ് നമ്മുടെ എക്കോണമിയിലെ ഒരു സെക്ടറാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ധാരാളം പുതിയ പുതിയ ബാങ്കുകൾ വരികയും പുതിയ പുതിയ പ്രോഡക്റ്റ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ബാങ്കിൽ പോകുന്നത് കാശ് ഇടാനും കാശ് എടുക്കാനും വേണ്ടി മാത്രമാണ്. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ബാങ്കിങ് എന്ന് പറയുന്നത് തന്നെ മാറി. ബാങ്ക് ചെയ്യാത്ത ബിസിനസ് ഇല്ല. ഇപ്പൊ ബാങ്ക് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, ബാങ്ക് അഷുറൻസ് എന്നും പറഞ്ഞിട്ട് ബാങ്ക് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. വണ്ടി മേടിക്കാൻ ലോൺ കൊടുക്കും, ആ ലോൺ ഈ ലോൺ, അങ്ങനെ ബാങ്ക് ചെയ്യാത്ത പരിപാടിയൊന്നുമില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ബാങ്ക് കൈവെക്കാത്ത മേഖലകളില്ല. അതുകൊണ്ട് തന്നെ ബാങ്കിങ്, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി ഇഷ്ടംപോലെ തരത്തിലുള്ള പുതിയ പുതിയ പ്രോഡക്റ്റുകൾ. അപ്പൊ ഇതിനെല്ലാം ധാരാളം എംപ്ലോയീസിന്റെ ആവശ്യമുണ്ട്. അപ്പം ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഒരു ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ജോബ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഞാൻ അവസാനം പറയാം. എന്തുകൊണ്ട് ബാങ്കിങ് സെലക്ട് ചെയ്യണം എന്നുള്ള അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എനിക്ക് എത്തിക്കണം. അത് പറയുമ്പോൾ ഈ പറഞ്ഞ ഒന്നുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. അത് നമുക്ക് പറയാം. ഇനി അപ്പൊ നിങ്ങൾക്ക് ഭയങ്കരമായ ആഗ്രഹം വന്നു എന്ന് വിചാരിക്കുക. ഞാൻ ഈ പറഞ്ഞൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയി എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇനി അറിയണം, സാർ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ? ആം ഐ എലിജിബിൾ? ഞാൻ ഒരു ബാങ്ക് എക്സാം എഴുതാൻ യോഗ്യനാണോ? ബാങ്ക് എക്സാം എഴുതാൻ നിങ്ങൾ യോഗ്യനാണോ എന്ന് തീരുമാനിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ പ്രായം, രണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത. ഇതിലൊന്നും ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവരുത് കേട്ടോ. പരീക്ഷ ഏതെങ്കിലും ഒരു പരീക്ഷയുടെ ഇപ്പൊ SBI PO നോട്ടിഫിക്കേഷൻ വന്നു എനിക്ക് എഴുതാൻ പറ്റൂ എന്ന് പിന്നെ ഇനി ചോദിക്കരുത്. ഇത് അങ്ങ് മനസ്സിലാക്കി വെച്ചോളാം. ഒരു ബാങ്ക് പരീക്ഷ എഴുതാനുള്ള നിങ്ങളുടെ യോഗ്യതകൾ രണ്ടെണ്ണമാണ്. ഒന്ന് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, രണ്ട് നിങ്ങളുടെ പ്രായം. അതിൽ പ്രായം പറയുകയാണെങ്കിൽ ബാങ്കില് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ജോലികളുണ്ട് എന്ന് നമുക്ക് എഴുതി കയറാൻ പറ്റുന്ന, ഒരു പരീക്ഷ എഴുതി അകത്തോട്ട് ഒരു ഗ്രാജുവേറ്റ്, ഒരു ഫ്രഷ് ഗ്രാജുവേറ്റിന് അകത്തോട്ട് കയറാൻ പറ്റുന്ന 3 ഓപ്പണിങ്സ് ആണുള്ളത്. ഒന്ന് ക്ലർക്കൽ കേഡർ എന്ന് പറയും, ക്ലർക്ക്, ബാങ്ക് ക്ലർക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. രണ്ട് ഓഫീസർ. ഈ ഓഫീസർ എന്നൊന്നുമല്ല ഇതിനെ വിളിക്കുന്നത്, ഇതിന് PO എന്നാ വിളിക്കുന്നത്. എന്നല്ല, പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി എന്നൊക്കെയാണ് വിളിക്കുന്നത്. മൂന്നാമത്തേതാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, SO. അപ്പൊ ഈ ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ്. അതായത് ഇപ്പൊ ബാങ്കിൽ നമ്മൾ ചെയ്യുന്നു, നമ്മുടെ ഡേറ്റ നോക്കിയിട്ട് നമ്മുടെ പൈസ അക്കൗണ്ടിലേക്ക് ഇടുക, നമുക്ക് പൈസ എടുത്തു തരിക, നമ്മളെ ഫോം ഫില്ല് ചെയ്യാൻ സഹായിക്കുക, അങ്ങനെയുള്ള ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്നവരാണ് ആര്? ക്ലർക്കൽ സ്റ്റാഫ് എന്ന് പറയും. ഇവർ ചെയ്യുന്ന ജോലിയുടെ എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരാണ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇതെല്ലാം പാസ്സാക്കുന്നത് ഓഫീസർമാരാണ്. ഇപ്പൊ ക്ലർക്ക് ഒരു ചെക്ക് നോക്കി അതിലെ ഡേറ്റ എല്ലാം വെരിഫൈ ചെയ്തിട്ട് അപ്പുറത്തിരിക്കുന്ന സാറിന്റെ കയ്യിലോട്ട് ആ ചെക്ക് കൊടുക്കും. ആ സാറായിരിക്കും അവിടുത്തെ ഓഫീസർ. അയാൾ ആ ചെക്ക് പാസ്സാക്കും. അല്ലാതെ ക്ലർക്കിന് അത് പാസ്സാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് ഓഫീസർ എന്ന് പറയുന്ന ജോലി. അതായത് ഇത് കുറച്ചുകൂടെ ഉത്തരവാദിത്വം വരും, ഓഫീസറാവും. അടുത്ത മൂന്നാമത്തേതാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ബാങ്കിന്റെ IT ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ IT ഓഫീസർ എന്നും പറഞ്ഞ ഒരുത്തന്നെ ഇരിപ്പുണ്ട്. ബാങ്കിന്റെ IT ഓഫീസർ. അത് BA മലയാളം പഠിച്ച ഒരുത്തനെ അവിടെ കൊണ്ടിരുത്താൻ പറ്റുമോ? അത് ആരെങ്കിലും വന്ന് നെറ്റ് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ എഴുത്തച്ഛന്റെ 2 പദ്യം ചൊല്ലിയാൽ മതിയോ? പോരാ. അപ്പൊ അതിന് നെറ്റ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് നോക്കാൻ അറിയാവുന്നതിന് അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നെറ്റ് കിട്ടുന്നത് നോക്കുന്ന പണിയല്ല IT ഓഫീസറെ കേട്ടോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ബാങ്കിന്റെ സെർവറിൽ എന്തെങ്കിലും കുഴപ്പം, ബാങ്കിന്റെ നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ബാങ്കിന്റെ അതിന്റെ എന്താ പറയുക, അതിന്റെ വെർച്വൽ പ്രോഡക്റ്റുകൾ മാനേജ് ചെയ്യുക, ഇതൊക്കെ നോക്കുന്ന ആളാണ് IT ഓഫീസർ. അയാൾ ഒരു IT ഗ്രാജുവേറ്റ് ആയിരിക്കണം, ഒരു BTech-കാരനായിരിക്കണം, അല്ലെങ്കിൽ ഒരു MCA-കാരനായിരിക്കണം. ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾ പ്ലസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്രിഫറൻസ് കിട്ടും. അതുപോലെ ബാങ്കിന് ലീഗൽ ഓഫീസർ വേണം. നിങ്ങൾ ആധാരം കൊണ്ട് കൊടുത്ത് ലോൺ എടുക്കുക. ഈ ആധാരം കൊള്ളാവുന്നതാണോ, നല്ലതാണോ, നാളെ എന്തെങ്കിലും വള്ളി കേസ് വരുമോ, ഇതൊക്കെ നോക്കാനായിട്ട് ബാങ്കിന് ഒരു ലീഗൽ ഓഫീസർ വേണം. അത് IT ഓഫീസറെ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് LLB ഗ്രാജുവേറ്റ് ആയിരിക്കും. ഇനി ബാങ്കിന്റെ അഗ്രികൾച്ചർ ഓഫീസർ ഉണ്ട്. കാർഷിക ലോണൊക്കെ കൊടുക്കണമെങ്കിൽ അവർ അഗ്രികൾച്ചർ ഓഫീസർ. അപ്പൊ ലീഗൽ ഓഫീസർ ഉണ്ട്, IT ഓഫീസർ ഉണ്ട്, അഗ്രികൾച്ചർ ഓഫീസർ ഉണ്ട്, മാർക്കറ്റിംഗ് ഓഫീസർ ഉണ്ട്, പിന്നെ രാജ്യഭാഷാ അധികാരി എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ. അപ്പൊ ഇതെല്ലാം എല്ലാവർക്കും എഴുതാൻ പറ്റത്തില്ല. പറഞ്ഞു വന്നതിന്റെ അർത്ഥം ക്ലർക്കും POയും ഡിഗ്രി ഉള്ള ആർക്കും എഴുതാം. പക്ഷെ SO എഴുതണമെങ്കിൽ ഈ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ വേണം. അങ്ങനെ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ വേണ്ട ജോലിയാണ്
സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. IT ഓഫീസർ, ലീഗൽ ഓഫീസർ എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു വന്നത് ഏജിന്റെ കാര്യമോ വയസ്സിന്റെ കാര്യമോ. അപ്പം ഈ ബാങ്ക് PO അല്ലെങ്കിൽ ഓഫീസർ ആണെങ്കിൽ 20 മുതൽ 30 വയസ്സ് വരെ എഴുതാം. 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ എഴുതാം. ക്ലർക്ക് ആണെങ്കിൽ 20 മുതൽ 28 വയസ്സ് വരെ എഴുതാം. 20 മുതൽ 28 വയസ്സ് വരെ. അതില് പ്രത്യേക സംഭരണ വിഭാഗങ്ങൾക്ക് റിസർവേഷൻ, ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ 3 വർഷം കിട്ടും. അതായത് ഈ 30ന്റെ കൂടെ 3 കൂടെ കൂട്ടി 33. അല്ലാതെ 20 നിന്ന് 3 കുറച്ച് 17 വയസ്സ് തൊട്ട് എഴുതാമെന്ന് വിചാരിക്കരുത്. അതല്ല, അപ്പർ ലിമിറ്റിന് റിലാക്സേഷൻ ഉള്ളൂ. അപ്പോൾ 30, 3, 33 വയസ്സ് വരെ എഴുതാം. ക്ലർക്കിനാണെങ്കിലും ഈ 3, ഇത് രണ്ടുപേർക്കും ഈ 3, ഈ 30നും കൂടെ 3 കിട്ടും. ക്ലർക്കാണെങ്കിലും 28, 3, 31. SC/ST-കാരാണെങ്കിൽ 5 വർഷം. എക്സ് സർവീസ്മാൻ, വിമുക്ത ഭടൻ ആണെങ്കിൽ 5 വർഷം. അപ്പൊ ഇത് ഇത്രയാണ് വയസ്സ്. അപ്പൊ വയസ്സ് എന്താ? വയസ്സിന്റെ കാര്യത്തിൽ ഇനി സംശയമുണ്ടല്ലോ. സാർ, ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് PO എഴുതാൻ പറ്റില്ല. ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് നിങ്ങളുടെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് അതിൽ കൊടുത്തു നോക്കുക. അവർ പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട്. അതായത് ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ബാങ്ക് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട്. ഇന്ന ഡേറ്റിൽ ഇത്ര 20 വയസ്സ് പൂർത്തിയായിരിക്കണം. അപ്പൊ അത് വെച്ച് നോക്കിയിട്ടാണ് നമ്മളത് തീരുമാനിക്കുക. അത് ബാങ്കാണ് തീരുമാനിക്കുന്നത് എത്ര ഡേറ്റ് മുതൽ ആണെന്നുള്ളത്. യെസ്, അതിലേക്ക് ഞാൻ വരാം. ഫൈനൽ ഇയർ സ്റ്റുഡൻസിന്റെ കാര്യം ഞാൻ അതിലേക്ക് വരാം. ഇപ്പോ ഇത് ഇത്രയും ക്ലിയർ ആയോ മക്കളെ? എടാ, ഏജിന്റെ കാര്യം മനസ്സിലായോ? ഏജിന്റെ കാര്യം മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ ഏജിനകത്തിൽ? യെസ്. അടുത്തത് വരുന്നത് വിദ്യാഭ്യാസ യോഗ്യത. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും SO ആണെങ്കിലും എന്ത് വേണം അവന്? എന്ത് വേണം? ഹി ഷുഡ് ബി എ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഐ റിപ്പീറ്റ്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ. BA മലയാളം പഠിച്ചാലും മതിയടാ, BA ഇംഗ്ലീഷ് പഠിച്ചാലും മതി, BA ഹിസ്റ്ററി പഠിച്ചാലും മതി. മാത്സ് പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകത ഇവിടെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടത്തില്ല. മാത്സിൽ എനിക്ക് റാങ്ക് ഹോൾഡർ, സാർ ഞാൻ മാത്സിൽ എനിക്ക് 93% മാർക്കുണ്ട്. ആണോ? കൈ വെച്ചോളം പറയും. അതൊന്നും ഇവിടെ വേണ്ട. അതൊക്കെ നീ കയ്യിലുണ്ടെങ്കിൽ അത് നിനക്ക് പ്രയോജനം ചെയ്യുമെങ്കിൽ ചെയ്തോട്ടെ. പക്ഷേ ഇവിടെ അതുള്ളത് കൊണ്ട് ഒരു പ്രിവിലേജ് ഒന്നും കിട്ടത്തില്ല. പിന്നെ ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. അവരാണെങ്കിൽ പറയും ഒരു ഡിഗ്രിക്ക് 60% മാർക്ക് വേണം എന്നൊക്കെ പറയും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ബാങ്കുകൾ, പബ്ലിക് സെക്ടർ, നമ്മൾ പറയാൻ പോകുന്നത് പബ്ലിക് സെക്ടർ ബാങ്കുകളൊന്നും അങ്ങനെ പറയാറില്ല. ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ. അല്ലാതെ 60% എന്നുള്ളത് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വറീഡ് ആവേണ്ട. പബ്ലിക് സെക്ടർ ബാങ്കുകളൊന്നും അങ്ങനെ പറയാറില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ. ഓക്കെ. അപ്പൊ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടോ നിങ്ങൾക്ക് ബാങ്ക് എക്സാം എഴുതാനുള്ള? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി. ഇപ്പൊ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്, ഇന്നല്ലെങ്കിൽ നാളെ ആവുമല്ലോ. വയസ്സ് ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ബാങ്ക് എക്സാം എഴുതാൻ യോഗ്യനാണ് അല്ലേ? അതെ, അതെ. അപ്പൊ പിന്നെ ഇനി എന്താ പ്രശ്നം? ഇനി പഠിച്ചാൽ മതി. അപ്പൊ വിദ്യാഭ്യാസ യോഗ്യത പ്രായം കൊണ്ടും വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടും നിങ്ങൾ ഓക്കെയാണ്. ഇനി നിങ്ങൾ അതിനു വേണ്ടി തയ്യാറെടുത്താൽ മതി. ഇനി അതിന് എങ്ങനെ തയ്യാറെടുക്കണം, എന്തൊക്കെ പഠിക്കണം, അതൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെയാണ് ബാങ്കിലെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? നിങ്ങളെ ജോലിക്ക് എടുക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ബാങ്കിലോട്ട് കയറി ചെന്നു, സാർ ക്യാൻ എ BSc ഫാഷൻ ഡിസൈനർ സ്റ്റുഡൻസ് റൈറ്റ് ബാങ്ക്, ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ എഴുതാം, കുഴപ്പമില്ല. ഇങ്ങോട്ട് നോക്കാം. ഒരു എന്താ പറഞ്ഞേ, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളതായിരിക്കണം കേട്ടോ. നാട്ടിൽ എങ്ങും കേട്ടിട്ടില്ലാത്ത ഗോപാലൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി കൊണ്ട് വന്നാൽ എഴുതാൻ പറ്റത്തില്ല. അത് ഈ IBPS അംഗീകരിച്ചിട്ടുള്ള റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണെങ്കിൽ എഴുതാം. അല്ലാതെ മുത്തുമാളമ്മ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ അവിടെ നിന്നുള്ള ഡിഗ്രി എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ കിട്ടുണ്ണി ഈസ് എലിഫന്റ് BA, ആ പരിപാടി ഒന്നും ഇവിടെ നടക്കത്തില്ല. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ആണെങ്കിൽ എഴുതാം കേട്ടോ. അപ്പൊ പറഞ്ഞു വന്നത് സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചാ. സെലക്ഷൻ പ്രോസസ്സ് എന്താണ്? അപ്പം നേരെ നിങ്ങൾ ഒരു ബാങ്കിലോട്ട് കയറി ചെന്നു, ബാങ്കിൽ ജോലി കിട്ടണം, SBIയുടെ മാനേജർ, സാറേ നാളെ മുതൽ ഞാൻ വന്നോട്ടം ചോദിക്കുമല്ല. അതിന് ചില കടമ്പകളുണ്ട്, ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കടമ്പ, പ്രാഥമിക കടമ്പ, അതിന്റെ ഇംഗ്ലീഷാണ് പ്രിലിമിനറി. സോ പ്രിലിമിനറി പരീക്ഷ എവിടെ പോയി എഴുതണം അത് പറയാം. ആദ്യം ഈ പ്രിലിമിനറി പരീക്ഷ ഉണ്ടെന്ന് വിചാരിക്കുക. അതെന്താണ്, എങ്ങനെയാണ്, ആരാ നടത്തുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഇല്ലയോ, സമാധാനിക്കും. അത് കഴിഞ്ഞ് പ്രിലിമിനറി എക്സാം പാസ്സാവുന്നവർക്ക് മെയിൻ എക്സാം, അതും കഴിഞ്ഞ് ഇന്റർവ്യൂ. ഈ 3 സ്റ്റേജ് ആയിട്ടാണ്. അവിടെയും നേരത്തെ പറഞ്ഞ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം. POയും ക്ലർക്കും ഒന്നും പറഞ്ഞില്ലേ മക്കളെ? പറഞ്ഞു. അതിൽ POയ്ക്കേ ഉള്ളൂ ഈ 3 എണ്ണം. എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ആർക്കില്ല? ക്ലർക്ക് ആവാൻ ഇന്റർവ്യൂ ഇല്ല.
എടാ ക്ലർക്കിന് എന്തില്ല? ഇന്റർവ്യൂ ഇല്ല. നിങ്ങൾക്കൊരു ബാങ്കിലെ ക്ലർക്ക് ആവണമെങ്കിൽ പ്രിലിംസും മെയിൻസും പാസ്സായാൽ മതി. പ്രിലിംസും മെയിൻസും പാസ്, അതിന്റെ ബേസിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് നിങ്ങളെ എടുക്കുക. നിങ്ങളെ കാണാതെ പോലും ജോലി തരും. നിങ്ങളെ കാണാതെ പോലും നിങ്ങൾക്ക് ജോലി കിട്ടും. ആര്? ക്ലർക്കായിട്ട്. POS മാത്രമേ ഉള്ളൂ ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ആർക്കേ ഉള്ളൂ? POS മാത്രമേ ഉള്ളൂ. ഓഫീസർ, നേരത്തെ പറഞ്ഞ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിനും പ്രൊബേഷണറി ഓഫീസറിനും ഒക്കെ എന്തുണ്ട്? ഇന്റർവ്യൂ. ഓക്കെ, ഇനി നമ്മൾ അതിലേക്കൊക്കെ വരാം, ഇന്റർവ്യൂലേക്കൊക്കെ വരാം. അപ്പം ഇതാണ് സെലക്ഷൻ പ്രോസസ്. അപ്പൊ ഇത് കേട്ടിട്ട് അയ്യോ ആദ്യം ഒരു പരീക്ഷ എഴുതണം, പിന്നെ ഒരു പരീക്ഷ എഴുതണം, പിന്നെ ഇന്റർവ്യൂ, ഇത് എന്തോന്നടേ ഇത്? അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലാവും. ഇനി ആരായി പരീക്ഷ നടത്തുന്നത്? ഇപ്പം നിങ്ങളുടെ പരീക്ഷ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ നടത്തുന്നത് കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി നടത്തും, MG ആണെങ്കിൽ MG നടത്തും, കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ് നടത്തും, കണ്ണൂരാണ്. ഏത് യൂണിവേഴ്സിറ്റി ആണോ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി ആയിരിക്കും, ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജിലാണോ നിങ്ങൾ പഠിക്കുന്നത് ആ കൺസേൺഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കും നിങ്ങളുടെ പരീക്ഷ നടത്തുന്നത്. എന്ന് പറയുന്നത് പോലെ ഇപ്പൊ PSC പരീക്ഷ നടത്തുന്ന ആരാ? കേരള സർക്കാർ PSC പരീക്ഷ നടത്തുന്ന PSC ഒരു ബോർഡുണ്ട്. SSC പരീക്ഷ നടത്തുന്നതിന് SSC എന്ന് പറഞ്ഞ ഒരു ബോർഡുണ്ട്. IAS പരീക്ഷ നടത്തുന്ന ആരാ? IAS പരീക്ഷ നടത്തുന്ന ആരാന്ന് ചോദിച്ചാൽ UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അവരാണ് IAS പരീക്ഷ നടത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ ബാങ്കിംഗ് മേഖലയിൽ പരീക്ഷ നടത്താൻ അധികാരമുള്ള ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് IBPS. IBPSന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ. പേഴ്സണലിന്റെ സ്പെല്ലിംഗ് കണ്ടോ? തെറ്റിപ്പോയതല്ല, പേഴ്സണൽ, മാൻ പവർ എന്നുള്ള അർത്ഥത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ, IBPS. IBPS ആണ് ബാങ്കിന്റെ പരീക്ഷ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലവര തീരുമാനിക്കുന്നത് IBPS ആണ്. ഇനി മുതൽ നിങ്ങൾ പൂജാമുറിയിൽ IBPSന്റെ ഫോട്ടോയും കൂടെ വെച്ച് പ്രാർത്ഥിച്ചോണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ദൈവമാണ് ഇനി മുതൽ ആര്? IBPS എന്ന് പറയുന്നത്. അപ്പോൾ IBPS ആണ് നിങ്ങളുടെ പരീക്ഷകൾ നടത്തുന്നത്. ബാങ്കിംഗ് മേഖലയിൽ പരീക്ഷ നടത്താൻ അധികാരമുള്ളത്, അത് ഏത് ബാങ്കും ആയിക്കോട്ടെ, പബ്ലിക് സെക്ടർ ബാങ്ക് ആയിക്കോട്ടെ, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിക്കോട്ടെ, ഡെവലപ്മെന്റ് ബാങ്ക് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, എന്ത് കുന്തമാണെങ്കിലും പരീക്ഷ നടത്താൻ അധികാരമുള്ളത് ആർക്കാണ്? IBPS. വേറെ ആരെങ്കിലും പരീക്ഷ നടത്തി ആ കാല് വെട്ടുമെന്നാണ് IBPS പറഞ്ഞേക്കുന്നത്. വേറെ ആരും പരീക്ഷ നടത്തത്തില്ല. ബാങ്കിന്റെ പരീക്ഷ നടത്താനുള്ള അധികാരം ആർക്കാ ഉള്ളത്? IBPS. ഓക്കെ, ഇനി നിങ്ങൾ ഇതാണ് IBPSന്റെ വെബ്സൈറ്റ്, IBPS.in. വെറുതെ ഒന്ന് കയറി നോക്കുക. അവിടെ ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് പല പരീക്ഷകൾക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് അവിടാണ്, അപ്ലൈ ചെയ്യുന്നത് അവിടാണ്, റിസൾട്ട് വരുന്നത് അവിടാണ്, ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പൊ എല്ലാ കാര്യത്തിനും ഈ ഒരു വെബ്സൈറ്റിൽ കൂടെയാണ്. അല്ലാതെ നിങ്ങൾ പേപ്പറിൽ എഴുതി ഒന്നും അപേക്ഷിക്കേണ്ട. ബാങ്കിനെ സംബന്ധിച്ച് ഒരു പരീക്ഷയും ഓഫ്ലൈൻ ആയിട്ടില്ല, എല്ലാ പരീക്ഷകളും ഓൺലൈൻ ആണ്. ബാങ്കിന്റെ എല്ലാ പരീക്ഷകളും, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ നിങ്ങൾ നേരിട്ട് പോയി അവരെ കണ്ട് നിങ്ങൾ സംസാരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ കോവിഡ് സമയത്തൊക്കെ ഇന്റർവ്യൂ വരെ സൂം വഴി, ഇതുപോലെ സൂം വഴിയായിരുന്നു, ഓൺലൈൻ ആയിരുന്നു നടത്തിയത്. അപ്പോൾ ഇതാണ് IBPS. അപ്പൊ IBPS ആണ് ഈ പരീക്ഷകളെല്ലാം നടത്തുന്നത്. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടിയോ മക്കളെ? എന്താണ് IBPS എന്ന് വരെ ഉള്ളത്? ക്ലിയർ ആണോ? യെസ്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി എവിടെയൊക്കെ ജോലി കിട്ടും? എവിടെയൊക്കെ ജോലി കിട്ടും? ബാങ്ക് പരീക്ഷ എഴുതിയാൽ പിന്നെ മാർക്കറ്റിലല്ലല്ലോ ജോലി കിട്ടുന്നത്, ബാങ്കിൽ തന്നെ ജോലി കിട്ടും. ബാങ്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ ബാങ്കുകളുണ്ട്? ഇന്ത്യയിലെ ബാങ്കുകളെ പലതായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. പബ്ലിക് സെക്ടർ ബാങ്കുകൾ, അതിൽ ആദ്യത്തേതാണ് പബ്ലിക് സെക്ടർ ബാങ്ക്. പൊതുമേഖലാ ബാങ്കുകൾ 51% ഷെയർ എങ്കിലും ഗവൺമെന്റിന്റെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബാങ്കിനെയാണ് ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകൾ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 12 എണ്ണം ഉണ്ട്. 12 എണ്ണം ഉണ്ട്. ഈ 12 പേരും പരീക്ഷ നടത്തിയാലത്തെ അവസ്ഥ എന്തായിരിക്കും? ആദ്യം ബാങ്ക് ഓഫ് ബറോഡ POയെ വിളിച്ചു, കുറച്ചൊരു 500 POസിനെ വിളിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യ വന്ന അടുത്തൊരു 100 POസിനെ വിളിച്ചു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഒരു 100. അങ്ങനെ ഇവന്മാരെല്ലാം പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കയറാൻ സമയം കാണത്തില്ല, ഓടി നടന്ന് പരീക്ഷ എഴുതണം. കാരണം തിങ്കളാഴ്ച കാനറ ബാങ്കിന്റെ പരീക്ഷ, ചൊവ്വാഴ്ച ഇന്ത്യൻ ബാങ്കിന്റെ പരീക്ഷ, ബുധനാഴ്ച പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ പരീക്ഷ, അടുത്ത വ്യാഴാഴ്ച യൂണിയൻ ബാങ്കിന്റെ പരീക്ഷ. ഇങ്ങനെ പരീക്ഷകളോട് പരീക്ഷകളായിരിക്കും. അപ്പൊ IBPS എന്തോ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പെറുക്കി പെറുക്കി പരീക്ഷ നടത്തണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് വേണ്ട മൊത്തം POസിന്റെ ലിസ്റ്റ് എനിക്ക് താ, എന്നിട്ട് ഞാനൊരു പരീക്ഷ നടത്താം. ആര് പറയുക? IBPS. എന്നിട്ട് IBPS പറഞ്ഞു ഞാൻ അതിനെ വിളിക്കുന്ന പേര് കോമൺ റിട്ടൺ എക്സാമിനേഷൻ അല്ലെങ്കിൽ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്നൊക്കെ വിളിക്കും.
അപ്പം ഈ ബാങ്കുകളെല്ലാം കൂടെ അതായത് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എവിടെയെങ്കിലും IBPS-PO എന്ന് പോകുന്ന വഴിക്ക് കേട്ടാൽ അതിന്റെ അർത്ഥം ഈ 11 ബാങ്കുകളും 12 ഉണ്ട്, ഇയാള് ഇതിനകത്തിലെ വലിയേട്ടനാ, ആരാ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇയാൾ അങ്ങോട്ട് മാറ്റി നിർത്തിയേരെ. ബാക്കി 11 പേരിലെയും പ്രൊബേഷണറി ഓഫീസർമാരുടെ പരീക്ഷ. അതായത് അപ്പൊ ഈ IBPS-PO നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ഏത് ബാങ്കിൽ ജോലി കിട്ടുമെന്ന് ചോദിച്ചാൽ IBPS-PO പരീക്ഷ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സിംഗിൾ വിൻഡോസ് അനുസരിച്ച് സ്കൂളിലേക്കൊക്കെ ഓപ്ഷൻ കൊടുക്കത്തില്ല, എനിക്ക് ആ സ്കൂൾ മതി, ഈ സ്കൂൾ മതി എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുക ഏത് ബാങ്ക് വേണമെന്ന്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഈ 11 ബാങ്കുകളിലേക്കുമുള്ള വേക്കൻസി എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു പരീക്ഷ നടത്തും, അതാണ് IBPS-PO. അതുപോലെ 11 ബാങ്കിലെയും ക്ലർക്കുമാരുടെ പരീക്ഷ നടത്തും, അതാണ് IBPS ക്ലർക്ക്. അപ്പൊ അതിനകത്ത് ഈ 11 ബാങ്കിലേക്ക്, അതായത് നിങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റി അവിടെ വരുന്നത്. 11 ബാങ്കിലേക്കുള്ള വേക്കൻസിയാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ IBPS-SO എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 11 ബാങ്കിലേക്കുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. അപ്പൊ ഇതാണ് IBPS-ന്റെ, അതാണ് IBPS-PO, IBPS ക്ലർക്ക് എന്നൊക്കെ കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കൂട്ടത്തിൽ വരുത്തില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ്, ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ് ഞങ്ങൾ അങ്ങനെ ഈ നിങ്ങളുടെ കൂടെ ബാക്കിയുള്ളവരുടെ കൂടെ ഒന്നും നടത്തത്തില്ല, ഞങ്ങൾക്ക് പ്രത്യേക പരീക്ഷ നടത്തണം. ഓ ആയിക്കോട്ടെ, നമുക്ക് നല്ലതാ, നമുക്ക് വേറൊരു എക്സാം കൂടെ കിട്ടി. എന്താ പരീക്ഷയുടെ പേര്? SBI-PO, SBI ക്ലർക്ക്, SBI-SO. അപ്പൊ പരീക്ഷ നടത്തുന്ന ആരാ? എടാ SBI-PO എന്ന് പറഞ്ഞാലും ഇനി ഏത് PO എന്ന് പറഞ്ഞാലും പരീക്ഷ നടത്തുന്ന IBPS ആണ്, വേറെ ആരും അതിന് അനുവദിക്കത്തില്ല. അപ്പോൾ IBPS തന്നെയാണ് SBI-PO പരീക്ഷ നടത്തുന്നത്, SBI ക്ലർക്ക് പരീക്ഷ നടത്തുന്നത്, SBI-SO നടത്തുന്നത്, എല്ലാം IBPS. പക്ഷെ അപ്പൊ ഇത്രയും, അപ്പൊ എത്ര പരീക്ഷകൾ ഇപ്പൊ വന്നു? IBPS-PO, IBPS ക്ലർക്ക്, IBPS-SO, SBI-PO, SBI ക്ലർക്ക്, SBI-SO. തീർന്നോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഡിഗ്രിക്കാരന്റെ മുൻപിലേക്ക് ഇതെല്ലാം എല്ലാ വർഷവും വിളിക്കുകയും ചെയ്യും. ഇനിയിപ്പോ ഒരു ജൂൺ മാസം പോലെ ഇങ്ങോട്ട് തുടങ്ങും. അപ്പൊ ഇതിങ്ങനെ നോട്ടിഫിക്കേഷൻ, ഇതിങ്ങനെ ഈ പരീക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഇതാണ് ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പബ്ലിക് സെക്ടർ ബാങ്കുകൾ നമുക്കുണ്ട്. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നതെന്ന് മനസ്സിലായോ? IBPS എങ്ങനെയാണ് പരീക്ഷ നടത്തുന്നതെന്നുള്ളത് ക്ലിയർ ആയോ? യെസ്, ഓക്കെ. അപ്പൊ മക്കളെ, അടുത്തത് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുമ്പോൾ അപ്പൊ വിചാരിക്കും, സാർ എനിക്ക് പ്രൈവറ്റ് ജോലി വേണ്ട, ഉള്ള പ്രൈവറ്റ് ജോലി കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ സാറിന്റെ കോച്ചിങ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്, എനിക്ക് പ്രൈവറ്റ് വേണ്ട. അതെ, അങ്ങനല്ല, ചാടാതെ ഞാൻ പറയട്ടെ. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇതും നമ്മുടെ ബാങ്കുകളെ എല്ലാം നിയന്ത്രിക്കുന്ന ബാങ്ക് ഏതാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ലിസ്റ്റിൽ വരുന്ന കുറച്ച് ബാങ്കുകളെ ഒരു പട്ടികയാക്കി വെച്ചിട്ടുണ്ട്. ഷെഡ്യൂൾഡ് ബാങ്ക്, സെക്കൻഡ് ഷെഡ്യൂൾ. റിസർവ് ബാങ്കിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ പെടുന്ന ബാങ്കുകളെയാണ് ഈ പ്രൈവറ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ. അതിൽ വരുന്നതാണ് ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ. നേരത്തെ നമ്മൾ പറഞ്ഞ പൊതുമേഖലാ ബാങ്കുകളെ പോലെ തന്നെ അതേപോലെയുള്ള സാലറി സ്കെയിലിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുക. അതേ സാലറി തന്നെ, അതേ എല്ലാ ബെനിഫിറ്റുകളും നിങ്ങൾക്ക് കിട്ടും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ഇതിനകത്ത് മുത്തൂറ്റ് പാപ്പച്ചന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. കൊശമറ്റം ഫിനാൻസ് ഇല്ല, പോപ്പുലർ ഫിനാൻസ് ഇല്ല, അങ്ങനെയുള്ള കമ്പനികളൊന്നും ഇതിനകത്തില്ല. അതൊക്കെ NBFCs. അത് പോട്ടെ, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, HDFC ബാങ്ക്, കോട്ടക് മഹേന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, അങ്ങനെയുള്ള ബാങ്കുകൾ. ഇതൊക്കെ നിങ്ങൾ ആദ്യം, ഇപ്പൊ ഫെഡറൽ ബാങ്ക് പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണെന്ന് നിങ്ങൾ, ഫെഡറൽ ബാങ്ക് പ്രൈവറ്റ് ആയിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോഴായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ മറ്റ് ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാകുമ്പോൾ ഇപ്പോൾ ഫെഡറൽ ബാങ്കിലൊക്കെ ജോലി കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റ് ഷെയർ കൂടെ കൊടുക്കും എംപ്ലോയീസിന്. മറ്റൊരു സാലറി മാത്രം കൊടുക്കുമ്പോൾ കമ്പനി ഒരു വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റിന്റെ ഒരു ചെറിയ ഷെയർ എന്ന് പറയുമ്പോൾ ലക്ഷങ്ങളൊന്നും കിട്ടത്തില്ല, ഒരു 1500 രൂപ കിട്ടും, അത്രേ ഉള്ളൂ. അല്ലെ എന്തേലും ആട്ടെ, 1500 രൂപ വെറുതെ കളയുന്നില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് ഉൾപ്പെടെ പ്രോഫിറ്റ് ഷെയർ ഉൾപ്പെടെ കൊടുക്കുന്ന കമ്പനികൾ, അതുപോലെ നല്ല പാക്കേജുകൾ, നല്ല സാലറി പെർക്സ് ഒക്കെ കൊടുക്കുന്ന കമ്പനികളാണ് ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ. അവരും ഇതേപോലെ റിക്രൂട്ട്മെന്റ് നടത്തിയെടുക്കുന്നതാണ്. കുറച്ച് ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കിന് വേറൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? ഇവർ കുറച്ച് പോർഷൻ ക്യാമ്പസ് പ്ലേസ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അത് നിങ്ങൾ ഈ ഫെഡറൽ ബാങ്കിലൊക്കെ കയറി ചെല്ലുമ്പോൾ കൊച്ചു പിള്ളേർ ഇരിക്കുന്നത് കാണാം. അതൊക്കെ MBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ ക്യാമ്പസിൽ പോയി പൊക്കിക്കൊണ്ട് വരുന്നതാണ്. അത് ക്യാമ്പസ് പ്ലേസ്മെന്റിന് അവർ കുറച്ച് പ്രിഫറൻസ് കൊടുക്കും. പക്ഷെ അങ്ങനെ മൊത്തത്തിൽ അവർക്ക് നടത്താൻ പറ്റത്തില്ല. റൂളുണ്ട്, ഇത്ര പെർസെൻറ്റേജ് അല്ലാതെ എടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് അവരും പരീക്ഷകൾ നടത്താറുണ്ട്. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും പരീക്ഷകൾ നടത്താറുണ്ട്. ഇതേപോലെ ജനറൽ പബ്ലിക്കിൽ നിന്ന് പരീക്ഷ നടത്തി ആളുകളെ എടുക്കാറുണ്ട്. അപ്പോൾ അതും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഏത്? ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. അതൊരു പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ പരീക്ഷ വന്നാൽ ഓടിപ്പോയി എഴുതണം. അതിന് മടിയൊന്നും, എനിക്ക് ഫെഡറൽ ബാങ്ക് വേണ്ടെന്ന് പറയരുത് കേട്ടോ. ഇതും ഒരു തെറ്റിദ്ധാരണയാണ്, പ്രൈവറ്റ് ബാങ്കിൽ വേണ്ട എന്നുള്ളത്. അതല്ല ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ ഇതുപോലെ പൊന്നപ്പൻ ഫിനാൻസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇന്ത്യയിലെ
മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ആസ്തിയുള്ള വലിയ കമ്പനികളുടെ കാര്യമാണ് ഞാൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ കാര്യമാണ് പറഞ്ഞത്. അടുത്തത് റീജിയണൽ റൂറൽ ബാങ്ക്. നമുക്ക് എവിടെയൊക്കെ ജോലി കിട്ടുമെന്നാണ് ഞാൻ ഈ പറയുന്നത്. ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് എവിടെയൊക്കെ ജോലി കിട്ടുമെന്നായി പറയുന്നത്. റീജിയണൽ റൂറൽ ബാങ്ക്, RRB, ഇങ്ങനെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷേ KGB എന്ന് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം. മുക്കിനും മൂലയിലും എല്ലാം ഉണ്ട്. കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ബാങ്ക് അല്ല, അത് നമ്മുടെ പഴയ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതല്ല. കേരള ഗ്രാമീൺ ബാങ്ക്, KGB. അപ്പോൾ ഈ ഗ്രാമീൺ ബാങ്ക് കൊണ്ടുവരുന്നതിന്റെ തന്നെ ഉദ്ദേശം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് പണ്ട് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് പോലുള്ള ഒരു ഐഡിയ ആണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അതായത് സാധാരണ ജനങ്ങളെയും കൂടെ ബാങ്കിങ് സെക്ടറിലേക്ക് കൊണ്ടുവരിക. ഇന്ത്യയെ പോലെ ഇപ്പൊ കേരളമൊന്നും കുഴപ്പമില്ല, മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ബാങ്ക്, മറ്റ് രാജ്യങ്ങളല്ല, മറ്റ് സംസ്ഥാനങ്ങൾ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ബാങ്ക് എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അത് സ്ഥാപനം എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാ ആളുകളെയും ഈ ബാങ്കിങ് സെക്ടറിലേക്ക് കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാ പഞ്ചായത്തിലും ഒരു ബാങ്ക് എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയ ബാങ്കിങ് സിസ്റ്റമാണ് റീജിയണൽ റൂറൽ ബാങ്ക്, ദേശീയ ഗ്രാമീണ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ പഞ്ചായത്തിലും ഒരു ബാങ്ക്. അപ്പൊ എന്തുമാത്രം സ്റ്റാഫിനെ വേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്കിക്കേ. KGB ആ ലക്ഷ്യത്തിലോട്ട് അടുക്കുകയാണ്. എല്ലാ പഞ്ചായത്തിലും ഒരു ബ്രാഞ്ച് ഓൾമോസ്റ്റ് ഇപ്പോൾ അവർക്കുണ്ട്. അവർ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ഇനിയും പുതിയ പുതിയ ബ്രാഞ്ചസ് വരും. അപ്പോൾ ഇന്ത്യയിൽ ആകെ 43 RRBs ഉണ്ട്. അതിൽ നമ്മുടെ RRBയുടെ പേരാണ്, ഈ RRB എന്ന് പറയുമ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയരുത് കേട്ടോ, അത് വേറെ, അത് റെയിൽവേയിലെ. ഇത് റീജിയണൽ റൂറൽ ബാങ്ക്. ഇന്ത്യയിൽ ആകെ 43 RRBs ഉണ്ട്. അതിൽ നമ്മുടെ RRBയുടെ പേരാണ് കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ അതിന്റെ ആ പരീക്ഷയുടെ പേരെന്തായിരിക്കും? IBPS RRB PO. അവിടെയും ക്ലർക്കുമാർ വേണമല്ലോ. അപ്പോൾ IBPS RRB ക്ലർക്ക്. അവിടെ അതുപോലെ SO വേണമല്ലോ, IBPS RRB ക്ലർക്ക്. അപ്പൊ പരീക്ഷ നടത്തുന്നവരെ IBPS. അപ്പൊ എത്ര പരീക്ഷകളായി? അപ്പൊ റീജിയണൽ റൂറൽ ബാങ്കിൽ നമുക്ക്, അപ്പൊ RRB നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരുന്ന RRBയുടെ ആയിരിക്കും. ആദ്യം വരുന്നത് ജൂൺ ഒക്കെ ആകുമ്പോൾ തന്നെ, ഇപ്പൊ അടുത്ത 2 മാസം കൂടെ കഴിയുമ്പോൾ RRBയുടെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ വരുന്നത് ഡെവലപ്മെന്റ് ബാങ്കുകൾ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ജനറൽ പബ്ലിക്കിന് വേണ്ടിയുള്ള ബാങ്കുകളായിരുന്നു. ഇനി പറയുന്നത് ഡെവലപ്മെന്റ് ബാങ്കുകൾ, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്കുകൾ, അതിനെയാണ് ഡെവലപ്മെന്റ് ബാങ്കുകൾ എന്ന് പറയുക. ഉദാഹരണത്തിന് ചെറുകിട വ്യവസായം, കുടിൽ വ്യവസായം, അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി ഫണ്ട് ചെയ്യുന്ന ബാങ്കാണ് SIDBI എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട്, കയറ്റുമതി ഇറക്കുമതി, അതിനുവേണ്ടി ഫണ്ട് ചെയ്യുന്ന ബാങ്കാണ് എക്സിം ബാങ്ക്. അതുപോലെ കർഷകരുടെ സ്വന്തം ബാങ്കാണ് NABARD, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതുപോലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, NHB, IFCI. ഇതെല്ലാം ഇവരുടെ എല്ലാവരുടെയും ഈ റിക്രൂട്ട്മെന്റും എല്ലാം ഈ പരീക്ഷകൾക്കെല്ലാം ഒരു കോമൺ സിലബസ് ആണ്, ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു കോമൺ സിലബസ് ആണ്. അപ്പൊ നമ്മൾ നെയ്യപ്പം തിന്നാൽ 2 കാര്യം ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ അത് എല്ലാ രീതിയിൽ തന്നെ നടക്കുന്ന പരീക്ഷകളാണ് ഇതെല്ലാം. അപ്പൊ ഇവിടെ എല്ലാം ഈ പരീക്ഷകളെല്ലാം നടത്തുന്നത് IBPS തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കൺസിഡർ ചെയ്യുന്നത് ഇൻഷുറൻസ് മേഖലയെ കുറിച്ചാണ്. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ബജാജ് അലയൻസോ ടാറ്റ AIGയോ അങ്ങനെയുള്ള പ്രൈവറ്റ് അല്ല ഞാൻ പറഞ്ഞത്, പബ്ലിക് സെക്ടർ പൊതുമേഖലയിലെ ഇൻഷുറൻസ് കമ്പനികളുണ്ട്. എന്തൊക്കെയാണ്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LICയെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആരും ഈ ഇന്ത്യയുടെ ഭൂമിയിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ വണ്ടിയുടെയൊക്കെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ കാണുന്ന ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, നാഷണൽ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, നാഷണൽ ഇൻഷുറൻസ് കമ്പനി, ഓറിയന്റൽ ഇൻഷുറൻസ്. ഈ 5 പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറൻസിൽ പൊതുവായി 2-3 പോസ്റ്റുകളുണ്ട്. ഒന്ന് ഡെവലപ്മെന്റ് ഓഫീസർ, DO. അത് അപ്രന്റീസ് ഡെവലപ്മെന്റ് ഓഫീസർ എന്ന് പറയാം. അല്ലാതെ അതായത് ഡെവലപ്മെന്റ് ഓഫീസറുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LIC ഏജന്റുമാരെ റിക്രൂട്ട് ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്യുക, അതാണ് അയാളുടെ ജോലി. ഡെവലപ്മെന്റ് ഓഫീസർ നല്ലൊരു പോസ്റ്റാണ്. അടുത്തത് വരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, AO, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. കുറച്ചുകൂടെ ഒരു ബാങ്ക് PO ലെവലിലുള്ള ഒരു പ്രൊഫൈലാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അപ്പൊ ഡെവലപ്മെന്റ് ഓഫീസർ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ ജോലിയുള്ളൂ. അതിനെയും ഭാവിയിൽ അടുത്ത വർഷം മുതൽ കുറച്ച് 2-3 മാസങ്ങളുടെ കഴിയുമ്പോൾ തന്നെ ബാങ്ക് മൊത്തത്തിൽ ഇനി മുതൽ ഇപ്പൊ സെക്കൻഡ് സാറ്റർഡേ 4th സാറ്റർഡേ ഓഫാണ്. ഇനി മുതൽ അങ്ങനെ ആയിരിക്കത്തില്ല. തിങ്കൾ മുതൽ വെള്ളി വരെയും നിങ്ങൾക്ക് ഓഫായിരിക്കും. ഓഫല്ല, തിങ്കൾ മുതൽ വെള്ളി വരെ പ്രവർത്തിക്കാം, ശനി ഞായർ ഓഫായിരിക്കും. അപ്പോൾ ബാങ്കിലും ഇനി സുഖമാണ്, 5 ദിവസം ജോലി ചെയ്താൽ മതി. 5 ദിവസം ശനി ഞായറും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഇൻഷുറൻസ് നേരത്തെ തൊട്ടേ അങ്ങനെയാണ്, ശനി ഞായറും ഇല്ല. അപ്പോൾ ഈ പരീക്ഷകളുടെ എല്ലാ സിലബസ് ഏകദേശം നമ്മൾ ആ പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ ആ ഒരു പാറ്റേണിൽ തന്നെ പോകുന്ന
പരീക്ഷകൾ. അപ്പൊ ഇതും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു മേഖലയാണ് ഏത്, ഈ പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത്. യെസ്. ഇനി അടുത്തത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, SSC നമ്മൾ അധികം ഇവിടെ ഫോക്കസ് ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ഡിഗ്രിക്കാർക്ക് വേണ്ടിയുള്ള പരീക്ഷകളാണ് CGL എന്ന് പറയുക, CHSL എന്ന് പറയുമ്പോൾ +2, MTS എന്ന് പറയുമ്പോൾ 10th ലെവലുള്ള പരീക്ഷകൾ. ഈ SSC പരീക്ഷകൾ നമുക്ക്, ഞാനൊരു കാര്യം പറയട്ടെ, ബാങ്കിന്റെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരാളിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ഇന്നോവ കാർ ഓടിച്ച് പഠിച്ച ഒരാളിന്, ഒരു ഓട്ടോമാറ്റിക് അല്ല, നോർമൽ ഇന്നോവ കാർ ഓടിച്ച് പഠിച്ച ഒരാളിന് ഓൾട്ടോ കാർ ഓടിക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് ബാങ്കിന്റെ അത്രയും ഡിഫിക്കൽട്ടി ലെവൽ ഇല്ല SSCക്ക്. പിന്നെ SSCയിൽ മാത്സിലേക്ക് വരുമ്പോൾ അതിനകത്ത് ആൾജിബ്ര ജോമെട്രി പോർഷൻസ് ഒക്കെ കുറച്ച് വരും, പക്ഷേ ബാങ്കിന് അതില്ല. അപ്പൊ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം QAയും റീസണിങ്ങും അയാൾക്ക് ഓക്കെയാണ്, ഇംഗ്ലീഷും അയാൾക്ക് ഓക്കെയാണ്, QA റീസണിങ് ഇംഗ്ലീഷ് അയാൾക്ക് ഓക്കെയാണ്. പിന്നെ അയാളുടെ മുമ്പിലുള്ള ഏക പ്രശ്നം എന്ന് പറയുന്നത് GK ആണ്, ജനറൽ നോളജ് ആണ്. അത് അയാൾ പഠിച്ചെടുക്കാൻ റെഡി ആണെങ്കിൽ അയാൾ SSC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽ ആണ്. ഇത്രേ ഉള്ളൂ. അപ്പൊ SSC പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ബാങ്കിന്റെ കോച്ചിങ്ങിന്, ബാങ്കിന്റെ ക്ലാസ് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അതിന്റെ കൂടെ കുറച്ച് GK കൂടെ പഠിച്ചാൽ SSC നിങ്ങളുടെ കയ്യിലിരിക്കും. ഇത്രേ ഉള്ളൂ. ഇനി ബാങ്കിലെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, ബാങ്ക് ക്ലർക്ക്, ബാങ്ക് PO, പ്രൊബേഷണറി ഓഫീസർ, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, ഇവർക്ക് എല്ലാവർക്കും ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. പിന്നെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ആർക്കില്ല? ക്ലർക്കിന് ഇന്റർവ്യൂ ഇല്ല. ഓക്കെ, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിനകത്തിലൊന്നും ആർക്കും ഒരു സംശയം ഇല്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഡൗട്ടൊന്നും ഇല്ലല്ലോ ഈ പറഞ്ഞതിനകത്തിലൊന്നും? ഇത്ര ഓക്കെയാണ്. ഇപ്പൊ പഠിപ്പിക്കുന്നത് പോലെയാണ് ഞാൻ ചോദിക്കുന്നത്, ഡൗട്ടൊന്നും ഇല്ലേ എന്നൊക്കെ. യെസ്, ഓക്കെ. അപ്പൊ നോക്കുക. ഇനി അടുത്തത്, ഇത് ഞാൻ വെറുതെ തള്ളി മറിച്ചിട്ടേക്കുന്ന സാധനമല്ല, ഒരു ബാങ്ക് എംപ്ലോയിയുടെ സാലറി സ്ട്രക്ചറാണ് 2023 ഇത് ഒരു സാലറി സ്ട്രക്ചറാണിത്. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഒരു ബാങ്ക് പ്രൊബേഷണറി ഓഫീസർ, ബാങ്ക് POയുടെ സാലറി സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കുക, എത്ര രൂപ സാലറി കിട്ടുമോ നോക്കിക്കേ. 58,271 രൂപ 55 പൈസ. ഇത് കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. ഇതിനകത്തിൽ ഇത് ഏതോ പട്ടിക്കാട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ സാലറി സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ CCA ഒക്കെ കുറവാണ്. ബാംഗ്ലൂരൊക്കെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെങ്കിൽ CT കോമ്പൻസേറ്ററി അലവൻസ് ഇത്രയൊന്നും ആയിരിക്കത്തില്ല, HRA ഒന്നും ഇത്രയൊന്നും ആയിരിക്കത്തില്ല. ഇത് ഏതോ ലോക്കൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ സാലറി സ്ലിപ്പാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്കൊരു 65,000 പറയാം. കാരണം HRA ഒക്കെ നല്ലപോലെ കിട്ടും. നിങ്ങൾക്ക് എവിടെ ജോലി കിട്ടും എന്നുള്ളത് മാറ്ററാണ്. നിങ്ങൾക്ക് ബാംഗ്ലൂരാണ് ജോലി, അവിടുത്തെ ജീവിത ചെലവ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് CCA, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, അതാണ് CCA എന്ന് പറയുന്നത്, അത് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അപ്പം ഞാൻ പറയട്ടെ, ഇത് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുക. നിങ്ങൾ 20ാമത്തെ വയസ്സിൽ ജോലി എഴുതി, അല്ല ബാങ്ക് ടെസ്റ്റിന് എഴുതി 20ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. ആദ്യത്തെ മാസം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ 58,000 രൂപ സാലറി. ഓക്കെ, നിങ്ങളുടെ കൂടെ പഠിച്ച പൊന്നപ്പൻ ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനിയിൽ ജോലിക്ക് കയറി, മുത്തൂറ്റ് ഫിനാൻസോ കോശമാറ്റോ എവിടെയെങ്കിലും. അവന് 20 വയസ്സ്, അവന് കിട്ടുന്ന സാലറി എത്രയെന്നറിയാവോ? 15,000 രൂപ മാക്സിമം. അവന് ആ 15,000 ഒരു 25,000 ആവണമെങ്കിൽ മിനിമം അവൻ ഒരു 10 വർഷം, അല്ലെ പോട്ടെ ഒരു 5 വർഷമെങ്കിലും അവൻ വർക്ക് ചെയ്യണം. പക്ഷെ ഈ 58,000 രൂപ സാലറി മേടിക്കുന്ന നിങ്ങൾ 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ സാലറി അറൌണ്ട് 1 lakh ആയിരിക്കും. അതാണ് വ്യത്യാസം. യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത നിങ്ങളുടെ കയ്യിലോട്ടാണ് ഈ സാലറി വെച്ച് തരുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. ഇതിനുള്ള എന്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്കുള്ളത്? 58,000 രൂപ സാലറി മേടിക്കാനുള്ള ഒന്നുമില്ല. ഇന്നലെ ഡിഗ്രി കഴിഞ്ഞ കൊച്ചു പയ്യനാണ്, പക്ഷെ അവന് കയ്യിലോട്ട് കിട്ടുന്ന 58,271 രൂപ 55 പൈസ. RBI എക്സാം വരുന്നു മോളെ, വരുന്നു, സമാധാനപ്പെടുക, എല്ലാം വരും. അപ്പോ ഇതില് ഇത്രയും സാലറിയാ വരുന്നത് ഒരു ബാങ്ക് POയ്ക്ക്. ഇനി ഒരു ക്ലർക്ക് ആണെങ്കിലോ, ബാങ്ക് ക്ലർക്ക് ആണെങ്കിലോ, ഇത് ഒത്തിരി പഴയ 2022 ഇത് ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഗ്രേഡ്, പേ, അലവൻസ് എല്ലാം കൂടെ കൂട്ടി അറൗണ്ട് ഒരു 35,000 വരും. എന്തിന്? ഒരു ബാങ്ക് ക്ലർക്കിന് കിട്ടുന്ന സാലറി. ഓക്കെ, യെസ്. അപ്പോ ഇത് ഇത്രയും ഒരു ബാങ്ക് എംപ്ലോയിക്ക്, ഒരു ഫ്രഷർ ഗ്രാജുവേറ്റിന് കിട്ടുന്ന സാലറിയാണ് ഏത്? ഈ ഇത്രയും ഞാൻ പറഞ്ഞ ഈ POയ്ക്കും ക്ലർക്കിനും കിട്ടുന്നത്. ഇനി സാലറി ഒരിക്കലും ഒരു വലിയ ഫാക്ടർ അല്ല. സാലറിയേക്കാൾ ഉപരി ഉള്ള മറ്റു കാര്യങ്ങൾ, ഒരു ബാങ്ക് POയുടെ കരിയർ ഗ്രോത്ത് നോക്കുക. ഒരു പ്രൊബേഷണറി ഓഫീസറായിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ അവിടുത്തെ ഓഫീസർ ആവുന്നു, അതിനുശേഷം മിഡിൽ മാനേജർ. അപ്പൊ ഇതിന്റെയൊക്കെ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ഈ 58 എന്നുള്ളത് എത്ര കൂടുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക.
അതിനുശേഷം സീനിയർ മാനേജർ, ചീഫ് മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ജനറൽ മാനേജർ, അവസാനം കമ്പനിയുടെ ചെയർമാൻ വരെയാകാം. അങ്ങനെ എസ് ബി ഐയിൽ ഒരു സാധാരണ പ്രൊബേഷണറി ഓഫീസറായിട്ട് കയറിയ ഒരു സ്ത്രീയാണ് അരുന്ധതി ഭട്ടാചാര്യ. അവസാനം അവർ ആ കമ്പനിയുടെ എസ് ബി ഐയുടെ ചെയർമാനായി അരുന്ധതി ഭട്ടാചാര്യ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി നമ്മളിപ്പോ ഈ പറഞ്ഞതിനകത്തില് ഇപ്പം ഈ ബാങ്ക് പി ഒ സാലറി എന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു IBPS POടെയാണ്. ഇൻ ടേംസ് ഓഫ് SBI ആണെങ്കിൽ കുറച്ചുകൂടി അലവൻസുകളും കാര്യങ്ങളും ഒക്കെ കൂടുതലാണ്. അറൌണ്ട് 70,000 മുകളിൽ സാലറി നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ അലവൻസ് അത് ഒരു 1-2 വർഷം കഴിയുമ്പോൾ അറൌണ്ട് 1 lakhന് അടുത്ത് തന്നെ നിങ്ങൾക്ക് സാലറി കിട്ടും. സാലറി എന്നുള്ളത് അത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാങ്ക് എംപ്ലോയിയോടോ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ സാലറി സ്ലിപ്പുകളൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും, നോക്കാം. യെസ്. ഇനി എത്ര പരീക്ഷകൾ എഴുതാം? അതിനകത്തിന് മുമ്പേ ഇപ്പം ശ്രുതി എന്നോട് ചോദിച്ചതുപോലെ RBIയുടെ പരീക്ഷകളെ കുറിച്ച് പറയാമോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI 1935 വിഡ്ഢി ദിനത്തിൽ പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ സ്വന്തം RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്കേഴ്സ് ബാങ്ക്, എല്ലാ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI. RBIയിൽ പ്രധാനമായും 2 ഓപ്പണിംഗ് ആണ് ഉള്ളത്. ഒന്ന് RBI ഓഫീസർ അല്ലെങ്കിൽ RBI ഗ്രേഡ് ബി ഓഫീസർ എന്നൊക്കെ പറയും. 2 RBI അസിസ്റ്റന്റ്. RBIയിൽ വേക്കൻസീസ് എപ്പോഴും കുറവായിരിക്കും. കാരണം എന്താ? ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾ എടുക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏത് പട്ടിക്കാട്ടിലും ഒരു ഓഫീസ് ഇട്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് എല്ലായിടത്തും ഇപ്പൊ ഒരു ജില്ലയിൽ തന്നെ ധാരാളം ഓഫീസുകൾ ഉണ്ടായിരിക്കും. അപ്പം പക്ഷെ RBIക്ക് അങ്ങനെ ഓഫീസ് തുടങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പൊ എല്ലാ പഞ്ചായത്തിലും RBI ഓഫീസ് തുടങ്ങി വെച്ചിട്ട് എന്ത് കാര്യത്തിന്? RBIയിൽ നമുക്ക് ആർക്കെങ്കിലും അക്കൗണ്ട് എടുക്കാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ കാശ് കൊണ്ട് RBIയിൽ ഇടാൻ പറ്റുമോ? ഇല്ല. ബാങ്കേഴ്സിന്റെ ബാങ്കാണ്, ബാങ്കേഴ്സിനാണ് അവിടെ അക്കൗണ്ട് ഉള്ളത്. അപ്പൊ അവർക്ക് അതിന്റെ ആവശ്യമില്ല. കേരളത്തിൽ RBIക്ക് എത്ര ഓഫീസ് ഉണ്ടെന്ന് അറിയോ? 2 എണ്ണം. ഒന്ന് ട്രിവാൻഡ്രം, മറ്റത് കൊച്ചി. ഈ 2 ഓഫീസ്. അതുകൊണ്ട് വേക്കൻസീസ് എപ്പോഴും കുറവായിരിക്കും. ഈ RBI ഓഫീസർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ RBI അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഒരു ക്ലറിക്കൽ ലെവൽ എക്സാം ആണ്. കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും, കുറച്ചുകൂടെ നല്ലൊരു പോസ്റ്റ് ആയിരിക്കും. ഇൻ ടേംസ് ഓഫ് സാലറിയും സാധാരണ ക്ലർക്കിനേക്കാളും ഒക്കെ നല്ലപോലെ വ്യത്യാസം ഉണ്ടായിരിക്കും, നല്ല കൂടുതലായിരിക്കും സാലറി ഒക്കെ. അടുത്തത് നിങ്ങൾ നോക്കുന്നത് RBI ഓഫീസർ അല്ലെങ്കിൽ RBI ഗ്രേഡ് ബി ഓഫീസർ. ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റിൽ ഒരെണ്ണമാണ് RBI ഓഫീസർ. വേക്കൻസി വളരെ കുറവായിരിക്കും. RBI ഗ്രേഡ് ബി ഓഫീസർ എന്ന് പറയുമ്പോൾ വേക്കൻസി ഒക്കെ വളരെ കുറവായിരിക്കും. കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ പാറ്റേണിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള രീതിയിലായിരിക്കും അതിൻ്റെ പരീക്ഷകൾ നടക്കുന്നത്. ഈ പറഞ്ഞ പാറ്റേണൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിനകത്തുണ്ട്. അപ്പം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് RBI ഓഫീസർ എന്ന് പറഞ്ഞാൽ. RBI ഗ്രേഡ് ബി ഓഫീസർ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കയ്യിലെടുത്ത് കളിക്കാൻ പറ്റുന്ന ഒരു അവസരമാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് റെസ്പെക്ട്ഫുള്ളും അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ് ഈ RBI ഗ്രേഡ് ബി ഓഫീസർ എന്ന് പറയുന്നത്. അപ്പം അത്രയ്ക്ക് വാല്യൂ ഉള്ള, അത്രയ്ക്ക് വലിയൊരു ഹൈ കോമ്പറ്റീഷനും ആയിരിക്കും. ഈവൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേരുടെ വരെ സെക്കൻഡ് ചോയ്സ് ആയിരിക്കും RBI ഓഫീസർ എന്ന് പറഞ്ഞാൽ. അത് കിട്ടിയില്ലെങ്കിൽ ഇതെങ്കിലും വേണമെന്ന്. കാരണം അത്രയ്ക്ക് പവർഫുൾ ആയിരിക്കും. അതിന് ഈക്വൽ ആയിട്ടുള്ള പവർ ഉള്ള ഒരു ഓഫീസർ, ഒരു ജോബാണ് ഈ RBI ഗ്രേഡ് ബി ഓഫീസർ എന്ന് പറയുന്നത് കേട്ടോ. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഏതൊക്കെ പരീക്ഷകൾ നമുക്ക് ഒരു വർഷം എഴുതാം? ആദ്യം നമുക്ക് തലേന്ന് തന്നെ തുടങ്ങാം. തലയാണല്ലോ RBIയുടെ ഓഫീസർ, RBIയുടെ അസിസ്റ്റന്റ്, നേരത്തെ നമ്മൾ പറഞ്ഞ IBPS ക്ലർക്ക്, IBPS PO, IBPS SO, SBI PO, SBI ക്ലർക്ക്, SBI SO, IBPS RRB PO, IBPS RRB ക്ലർക്ക് അല്ലെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലാതെ പബ്ലിക് സെക്ടർ മേഖലയിലെ പരീക്ഷകളുണ്ട്. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ പരീക്ഷ, ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക്, അവരുടെ പരീക്ഷകൾ. അതുപോലെ നമ്മൾ പറഞ്ഞ ഡെവലപ്മെന്റ് ബാങ്കുകളുടെ പരീക്ഷ, നബാർഡ്, സിഡ്ബി, എക്സിമ, അങ്ങനെയുള്ള ബാങ്കുകളുടെ പരീക്ഷകൾ. അപ്പൊ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു ഗ്രാജുവേറ്റിന്റെ മുൻപിലേക്ക് വരുന്നത്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം. ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടുന്ന മേഖലയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. അല്ലാതെ വല്ലപ്പോഴും ഒരു പരീക്ഷയല്ല വരിക, 2-3 വർഷം ഇരിക്കുമ്പോഴല്ല. എല്ലാ വർഷവും IBPS കലണ്ടർ എന്ന് പറഞ്ഞൊരു സാധനം തന്നെ അവർ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കും. ഈ വർഷം ഇത്ര പരീക്ഷകൾ ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു ഗ്രാജുവേറ്റിന്റെ മുൻപിലേക്ക് വരുന്നത്. ഇത് എല്ലാ വർഷവും ഉണ്ട് താനും. അപ്പൊ ഉറപ്പായിട്ടും എന്നോട് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശ്രമിക്കേണ്ട മേഖല ബാങ്കിങ്. അപ്പം അത്
ഇനി ഈ ഇത്രയും നേരം പരീക്ഷ എന്താണെന്നും ഏതൊക്കെ പരീക്ഷയാണെന്നും ആരൊക്കെയാ പരീക്ഷ നടത്തുന്നതെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി ഈ പരീക്ഷയെ പറ്റി പഠിക്കണം. പരീക്ഷ എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിക്കണം, എന്തൊക്കെയാണ്. Can a person join as a PO and promoted into SO depends on his qualification? Yes, ഡിപ്പാർട്ട്മെന്റിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് അടുത്ത വരുന്ന ഡിപ്പാർട്ട്മെന്റിലെ എക്സാമുകൾ നിങ്ങൾക്ക് എഴുതാം കേട്ടോ, കുഴപ്പമില്ല. യെസ്, നമുക്കിനി ശ്രദ്ധിച്ചിരിക്കുക, പരീക്ഷകളെ പറ്റിയാണ് പറയുന്നത്. പരീക്ഷയെ പറ്റി പറയുന്നു. പരീക്ഷയെ പറ്റി പറയുമ്പോൾ ആദ്യത്തെ കടമ്പയാണ് പ്രിലിമിനറി എക്സാം, പ്രാഥമിക പരീക്ഷ, പ്രിലിമിനറി എക്സാം, പ്രിലിംസ്. പ്രിലിംസ് ക്ലർക്കിന് PO ആവാൻ പറ്റുമോ സാർ? എന്താ പറ്റിയാലും എക്സാം എഴുതാമല്ലോ. നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് അടുത്ത വരുന്ന എക്സാം നിങ്ങൾക്ക് എഴുതി ക്രാക്ക് ചെയ്യല്ലോ. അല്ലെങ്കിൽ തന്നെ ഇത്ര വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊമോഷൻ ബാങ്കിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ എഴുതാൻ പറ്റുന്ന പ്രൊമോഷണൽ ടെസ്റ്റുകളൊക്കെ ഉണ്ട്, എഴുതാം, ഒരു കുഴപ്പമില്ല. ക്ലർക്കിന് PO ആവാനൊക്കെ പറ്റും. നിങ്ങൾ എന്തിനാണ് ക്ലർക്കിന് നോക്കുന്നത്? ഇവിടെ ക്ലർക്കിനും POയ്ക്കും വേണ്ടത് ഒരേ ക്വാളിഫിക്കേഷൻ തന്നെ. അപ്പോൾ ഒരിക്കലും എക്സാം എഴുതാണ്ട് പറ്റില്ലേ? എക്സാം എഴുതാൻ വരുന്ന സീനിയോറിറ്റി ലെവലിലൊക്കെ പോസ്റ്റ്, അതിനൊക്കെ ഒരുപാട് കാലതാമസം എടുക്കും. എൻ്റെ സീനിയോറിറ്റിയും കാര്യങ്ങളും പിന്നെ ആ ബാങ്കിൽ തന്നെയുള്ള 2 പ്രൊമോഷൻ ടെസ്റ്റുകളുണ്ട്, JAB CAB എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇതും ആ എക്സാമിൻ്റെ സ്കോറും കാര്യങ്ങളും ഒക്കെ അത് നോക്കേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് താമസമാണ്. അതിനേക്കാളും നല്ലത് പഠിക്കാനുള്ള കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ പഠിച്ച് അടുത്ത പരീക്ഷ എഴുതി കയറുക എന്നുള്ളതാണ്. പിള്ളേരൊക്കെ അതാണ് ചെയ്യുന്നത്. എങ്ങനെയാലും ആദ്യം ക്ലർക്കായിട്ട് കയറും, അവരടുത്ത കൊല്ലം ഇരുന്ന് നന്നായിട്ട് പഠിച്ചിട്ട് അല്ലെങ്കിൽ ലീവ് എടുത്തിരുന്ന് പഠിച്ചിട്ട് അവന്മാർ അടുത്ത ഇതിന് PO ആയിട്ട് എഴുതി കയറും. അതുപോട്ടെ. അപ്പം നമുക്ക് ആദ്യം പ്രിലിമിനറി എക്സാമിനെ പറ്റി പഠിക്കാം. എന്തായാലും ക്ലർക്കായിട്ട് കയറാൻ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ POയ്ക്ക് കയറാനുള്ളത് തീയും നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ക്ലർക്കായിട്ട് നീ കയറിയെങ്കിൽ നീ കഷ്ടപ്പെടാതല്ലോ കയറിയത്. അപ്പൊ ഇച്ചിരൂടെ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് PO ആയിട്ട് കയറാനും പറ്റും. അപ്പൊ ബാങ്കിന്റെ ക്ലർക്കിന്റെ അല്ലെ, അപ്പൊ ഇതിനകത്തിൽ ക്ലർക്ക് പ്രിലിംസ് എന്നുള്ളത് നിങ്ങൾ അങ്ങ് മാറ്റുക. പ്രിലിംസ് എന്നുള്ളത് നോക്കുക. IBPS ക്ലർക്ക് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. IBPS ക്ലർക്കിന്റെ SBI ക്ലർക്കിന്റെ എല്ലാം ഒന്ന് തന്നെ. പ്രിലിംസ് പരീക്ഷയിൽ എന്തൊക്കെ പഠിക്കണം? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അല്ലേ, കേരള റിനൈസൻസ്, ഇന്ത്യൻ റിനൈസൻസ്, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഏൻഷ്യന്റ് ഇന്ത്യ, ഈ കുന്തം ഒന്നുമില്ല. 3 കാര്യങ്ങളേ ഉള്ളൂ. 1 ഇംഗ്ലീഷ്, 2 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ്, 3 റീസണിങ്. ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. അത് ഏത് പ്രിലിംസ് എടുത്താലും RRBയുടേത് മാത്രം വ്യത്യാസം വരും, ബാക്കിയെല്ലാം. ഇപ്പൊ IBPS ക്ലർക്കിന്റെ പ്രിലിംസ് എടുത്താലും IBPS POയുടെ പ്രിലിംസ് എടുത്താലും SBI ക്ലർക്കിന്റെ പ്രിലിംസ് എടുത്താലും SBI POയുടെ പ്രിലിംസ് എടുത്താലും എല്ലാം വ്യത്യാസം, എല്ലാം സെയിം ആണ്. പക്ഷെ RRB നമ്മൾ പറഞ്ഞ ഗ്രാമീൺ ബാങ്ക് ഉണ്ടല്ലോ, അതിന്റെ പ്രിലിംസ് എടുക്കുമ്പോൾ വ്യത്യാസമുണ്ട്. എന്താണ്? ഒരു സാധനം തലേന്ന് അങ്ങ് പോയി കിട്ടി. എന്ത്? ഇംഗ്ലീഷ് ഇല്ല, മാത്സും റീസണിങ്ങും മാത്രമേ ഉള്ളൂ. അതിലേക്ക് വരാം. ആദ്യം നമുക്ക് അല്ലാത്തത് നോക്കാം. എടാ എന്തൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷ് 30 ചോദ്യങ്ങൾ 30 മാർക്ക്. മാത്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ചോദ്യങ്ങൾ 35 മാർക്ക്. റീസണിങ് 35 ചോദ്യങ്ങൾ 35 മാർക്ക്. എല്ലാത്തിനും കൂടെ 20 മിനിറ്റേ ഉള്ളൂ. അതായത് ആദ്യം പരീക്ഷ തുടങ്ങി 20 മിനിറ്റ് കഴിയുമ്പോൾ ഇംഗ്ലീഷ് തീരും. അയ്യോ ഞാൻ അതുകൂടെ കറപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതാനൊന്നും നേരമില്ല. 20 മിനിറ്റ് കഴിഞ്ഞ് നീ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷ് കാണത്തില്ല, അത് മാറി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വന്നിട്ടുണ്ടായിരിക്കും. ഓൺലൈൻ എക്സാം ആണല്ലോ, അതുകൊണ്ട് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? വരട്ടെ പറയാം. 20 മിനിറ്റ്. ഇനി QAയ്ക്കും 20 മിനിറ്റ്. 20 മിനിറ്റ് കൊണ്ട് 35 ചോദ്യങ്ങൾ. റീസണിങ്ങിനും 20 മിനിറ്റ് കൊണ്ട് 35 ചോദ്യം. ഇനി മാർക്കിംഗ് എങ്ങനെയാണ്? എടാ ഒരെണ്ണം ശരിയാക്കിയാൽ 1 മാർക്ക് കിട്ടും. ഒരെണ്ണം തെറ്റിച്ചാൽ 0.25 മാർക്ക് കുറയും, നെഗറ്റീവ് മാർക്ക്. അതായത് 1/4. 4 എണ്ണം തെറ്റിച്ചാൽ 1 മാർക്ക് കുറയും. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രിലിംസ് പരീക്ഷയുടെ പാറ്റേൺ. ഓക്കെ. അപ്പൊ ഈ 20 മിനിറ്റ് കൊണ്ട് സാറേ 35 ചോദ്യം ചെയ്യണം. 35 ഒന്നും ചെയ്യണ്ട, അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ആരും പറഞ്ഞു 35 ചെയ്യാൻ. അപ്പോൾ ഇതാണ് പ്രിലിംസ് പരീക്ഷയുടെ പാറ്റേൺ. അപ്പൊ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി ബാങ്ക് എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, സിലബസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലൈറ്റ് സിലബസ് ഉള്ള പരീക്ഷയാണ് ബാങ്ക് എക്സാം. നിങ്ങൾ ഇതിനകത്ത് വലിയ SSC പരീക്ഷയുടെ സിലബസ് വെച്ച് നോക്കുമ്പോൾ അതിന്റെ 4-1 ഇവിടെ ഇല്ല. അതിന്റെ 4-1 കാര്യങ്ങൾ ഇവിടെ ഇല്ല. അപ്പോൾ സിലബസിന്റെ കാര്യം നോക്കുമ്പോൾ മറ്റ് പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ലൈറ്റ് സിലബസ് ഉള്ള പരീക്ഷയാണ് ഏതെന്ന് പറയുന്നത്, ബാങ്കിന്റെ പരീക്ഷ എന്ന് പറയുന്നത്. ഇനി പ്രിലിംസ് കഴിഞ്ഞു, എല്ലാവരുടെയും പ്രിലിംസ്. ഇനി RRBയുടെ പ്രിലിംസിലേക്ക് വരുമ്പോൾ അവിടെ റീസണിങ് 40 ചോദ്യങ്ങൾ 40 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും 40 ചോദ്യങ്ങൾ 40 മാർക്ക്. അവിടെ സെപ്പറേറ്റ് സെക്ഷണൽ ടൈമിംഗ് ഇല്ല. ഇവിടെയൊക്കെ നോക്കിക്കുക, സെക്ഷണൽ ടൈം ഉണ്ട്. ഓരോ സെക്ഷനും 20 മിനിറ്റ് വീതം. മറ്റിടത്ത് അങ്ങനെയല്ല, സെക്ഷണൽ ടൈമിംഗ് ഇല്ല.
രണ്ടും കൂടെ 45 മിനിറ്റേ ഉള്ളൂ. അതായത് 45 മിനിറ്റ് നിങ്ങൾക്ക് ഒറ്റ സെറ്റായിട്ട് 80 ക്വസ്റ്റ്യൻ എനിക്ക് വരുമായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. മറ്റിടത്ത് അങ്ങനല്ല. നിങ്ങൾക്ക് മാത്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഇംഗ്ലീഷ് ചെയ്തു തുടങ്ങി, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് റീസണിങ്ങിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് മൊത്തം ചെയ്തതിന് ശേഷം ആ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ അടുത്ത സെക്ഷൻ ലോക്ക് മാറി ഓൺ ആവത്തുള്ളൂ. അങ്ങനെയാണ്, സെക്ഷൻ സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെയല്ല, എങ്ങനെ വേണേലും ചെയ്യാം. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. അപ്പൊ ഇതാണ് പ്രിലിംസ് പരീക്ഷ. ഇനി അടുത്തതാണ് മെയിൻസ് പരീക്ഷ. മെയിൻസ് പരീക്ഷ മെയിൻസ് പരീക്ഷ നോക്കുമ്പോൾ ഇപ്പൊ IBPS POയുടെ മെയിൻസ്, ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് കണ്ടു. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു സെഷനാണ്, അതവിടെ നിൽക്കട്ടെ. പിന്നെ റീസണിങ്. അപ്പം മാത്സ്, റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ എന്നാ പറയുന്നത്. കമ്പ്യൂട്ടർ വെറും നോക്കുകുത്തിയാണ്, അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പൊ റീസണിങ്ങും ഇംഗ്ലീഷും മാത്സ് റീസണിങ് ഇംഗ്ലീഷ്. പിന്നെ എക്സ്ട്രാ വന്നിരിക്കുന്ന ഈ ഒരു സാധനം മാത്രമാണ് എന്താ, ജനറൽ അവയർനെസ് എന്ന് നമുക്കിതിനെ വിളിക്കാം. അതായത് 4 കാര്യങ്ങളേ ഉള്ളൂ: മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. ഇനി എന്താ ഈ ജനറൽ അവയർനെസ്? 2 സാധനങ്ങൾ ചേരുന്നതാ. ഒന്ന് കറണ്ട് അഫയേഴ്സ്. അതായത് ഇപ്പൊ പരീക്ഷ ജൂൺ മാസത്തിൽ ഒരു പരീക്ഷ നടക്കുന്നു എന്ന് വിചാരിക്കുക. ജനുവരി മാസം മുതൽ ജൂൺ മാസം വരെ ഈ രാജ്യത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സോഷ്യോ എക്കണോമിക്, ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള, മാത്രമല്ല കറണ്ട് അഫയേഴ്സ് വരും. ഇപ്പൊ പ്രധാനമന്ത്രി വേറൊരു രാജ്യത്ത് പോയി, അതിനെക്കുറിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ സ്പോർട്സിനെ കുറിച്ച് ചോദിക്കാം, ആ പ്രധാനപ്പെട്ട ആളുകളാരും മരിച്ചെന്ന് ചോദിക്കാം, അവാർഡ് കിട്ടിയതിനെ കുറിച്ച് ചോദിക്കാം. അപ്പൊ അങ്ങനെ അതിനാണ് കറണ്ട് അഫയേഴ്സ്, ആനുകാലികം, സമകാലികം എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. ഇതിന് വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും ഞാൻ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് എന്നും പറഞ്ഞ് 10 ചോദ്യങ്ങൾ ഇട്ട് തരുന്നത്. അപ്പൊ അതേപോലെ അത് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. നമ്മുടെ ആപ്പിൽ ആ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ കിടക്കും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ ചോദിക്കുന്നത്. അതാണ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് പ്ലസ് ബാങ്കിങ് അവയർനെസ്, കുറച്ച് ബാങ്കിങ് അവയർനെസ്, ബേസിക് ബാങ്കിങ് അവയർനെസ്. ചെക്ക് എന്താണ്, RTGSന്റെ ഫുൾ ഫോം എന്താണ്, IMPS എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ബാങ്കിങ്ങിനെ കുറിച്ചുള്ള. എന്ന് വെച്ചാൽ ബാങ്കിങ്ങിന്റെ മൊത്തം, ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന ബികോംകാർ പഠിക്കുന്ന ബാങ്കിങ് മൊത്തം പഠിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട, ബേസിക് ബാങ്കിങ് കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ ഈ കറണ്ട് അഫയേഴ്സും ബാങ്കിങ് അവയർനെസ്സും കൂടെ ചേർത്ത് പഠിച്ചാൽ എന്തായി, ജനറൽ അവയർനെസ് ആയി. അപ്പൊ ഇതിനകത്ത് ഹിസ്റ്ററി ഇല്ല, ജോഗ്രഫി ഇല്ല, ഫിസിക്സ് ഇല്ല, കെമിസ്ട്രി ഇല്ല, ബയോളജി ഇല്ല, ഒരു കുന്തവും ഇല്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കുറവാണ്. ഒരു കാട് പോലെ പഠിക്കാൻ നിങ്ങൾക്കില്ല. അയ്യോ എൻ്റെ ഫിസിക്സ്, അയ്യോ എൻ്റെ കെമിസ്ട്രി, ഇല്ല ബിന്ദു പണിക്കർ, അയ്യോ ഞാനിപ്പോൾ എന്തോ എടുക്കും, ഫ്രിഡ്ജ് എടുക്കുമോ, ഇതെടുക്കുമോ എന്ന് പറയുന്നത് ഞാൻ എന്തോ പഠിക്കും എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ 4 കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ സിലബസിന്റെ കാര്യത്തിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ളത് ബാങ്ക്. നിങ്ങൾക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിച്ചാൽ മതി. പിന്നെ എത്ര ഫാസ്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, പ്രാക്ടീസിന് വളരെ റോളുള്ള ഒരു എക്സാമും കൂടിയാണ് ബാങ്ക് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രിലിംസ് എക്സാം. ഈ മെയിൻസ് എക്സാം, ഓരോ മെയിൻസ് എക്സാമിനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ IBPS POയുടെ മെയിൻസ് എക്സാം. ഇനി ഇതിന്റെ കൂടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും കൂടെ കാണും. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലെറ്റർ റൈറ്റിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു എസ്സേ റൈറ്റിംഗ് ഉണ്ടാവും, ഒരു പ്രിസി റൈറ്റിംഗ്. അതാണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. 2 ചോദ്യങ്ങൾ, അത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അറിയാം. ഇനി അതാണ് IBPS POയുടെ മെയിൻസ്. പിന്നെ ഇപ്പം SBI POയുടെ മെയിൻസ് നോക്കുവാണെങ്കിൽ അവിടെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവിടെയും ഉണ്ട്. പിന്നെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈമിലൊക്കെ വ്യത്യാസം. ഇപ്പൊ IBPS POയുടെ ഇതിനൊക്കെ ടൈമിലും സെക്ഷണൽ ഇതിനുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഈ 4 സാധനങ്ങളാണ് അവിടെയും വരിക. അതുപോലെ IBPS ക്ലർക്കിന്റെ മെയിൻസ്, ക്ലർക്കിന്റെ മെയിൻസിനൊന്നും ഡിസ്ക്രിപ്റ്റീവ് സാധനമൊന്നും കാണത്തില്ല. SBI ക്ലർക്ക് മെയിൻസ്, അതുപോലെ തന്നെ RRB PO ആൻഡ് ക്ലർക്ക് മെയിൻസ്. ഇത് ഇത്രയാണ്. അപ്പം ഓരോ പരീക്ഷകളെയും എന്തൊക്കെ പഠിക്കണം എന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് മനസ്സിലായോ? എന്തൊക്കെയാണ് ഇനി നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയോ? മനസ്സിലായോ മക്കളെ? സിലബസ് എന്താണെന്നും എന്തൊക്കെ പഠിക്കണമെന്നും. എസ് നിരഞ്ജന, ഹിബ, അഞ്ജലി, ആദിത്യൻ. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പം ഈ സിലബസിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കുക. ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് ബാങ്ക് എക്സാമിന് എങ്ങനെ പഠിച്ചു തുടങ്ങുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ആദ്യം നിങ്ങൾ സിലബസ് നന്നായി മനസ്സിലാക്കുക. നിങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക, നന്നായിട്ട് സിലബസ് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് പഠിച്ചു തുടങ്ങുക എന്നാ ഞാൻ എൻ്റെ എല്ലാ കുട്ടികളോടും ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും നന്നായിട്ട് നമ്മൾ എന്തിനു പോകുന്നു. ഇപ്പൊ ഞാൻ ആദ്യമേ തന്നെ ഈ ക്ലാസ്സിൽ കയറി സിംപ്ലിഫിക്കേഷൻ പഠിപ്പിക്കാതെ ഇത് പറഞ്ഞു തന്നതിന്റെ അർത്ഥം ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. നിങ്ങൾ എന്തിനാ പോകുന്നതെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ,
അടുത്ത മൂന്നാമത്തേതാണ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു ഫേസ് ടു ഫേസ് കോൺടാക്ട്. അതിൽ നമ്മൾ പറഞ്ഞു ക്ലർക്കിന് എന്തില്ല, ക്ലർക്കിന് ഇന്റർവ്യൂ ഇല്ല. ക്ലർക്ക് പണ്ടുണ്ടായിരുന്നു. പണ്ട് ഒറ്റ പരീക്ഷ ഉള്ളായിരുന്നു. പ്രിലിംസും മെയിൻസും ഇല്ല, ഒറ്റ പരീക്ഷ 200 മാർക്ക്, 50 മാർക്ക് വീതമുള്ള 4 സെക്ഷൻസ്, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ അല്ലെ മാർക്കറ്റിംഗ്, അങ്ങനെ പറഞ്ഞിട്ട് 5 സെക്ഷൻ അല്ലെ 4 സെഷൻ ഇങ്ങനെ പറഞ്ഞിട്ട് പരീക്ഷയായിരുന്നു. ഒറ്റ പരീക്ഷ, അത് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ. അത് ക്ലർക്കിന് ഇന്റർവ്യൂ ഉണ്ട്, BOയ്ക്ക് ഇന്റർവ്യൂ ഉണ്ട്, എല്ലാത്തിനും ഇന്റർവ്യൂ ഉണ്ട്. പിന്നീട് സുപ്രീം കോടതിയിൽ എങ്ങാണ്ട് ആരോ അർജി എന്തോ കൊടുത്തു. അങ്ങനെ സുപ്രീം കോടതി ഒരു റൂൾ കൊണ്ടുവന്നു, ക്ലറിക്കൽ കേഡറിലേക്ക് ഇന്റർവ്യൂ നടത്താൻ പാടില്ല. കാരണം അത്ര വലിയ ഭാരിച്ച പണിയൊന്നും അല്ലല്ലോ അവർ ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് അവർക്ക് അതിന്റെ പുറത്തൊരു ഇന്റർവ്യൂ കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ക്ലറിക്കൽ കേഡറിലേക്ക് ഇന്റർവ്യൂ നടത്തരുത് എന്ന് സുപ്രീം കോടതിയുടെ ഒരു റൂളിംഗ് ഉണ്ട്. അന്ന് മുതൽ IBPS എന്ത് നടത്താറില്ല, ക്ലറിക്കൽ പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ നടത്താറില്ല കേട്ടോ. അപ്പൊ അതാണ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ POസിനും ഓഫീസേഴ്സിനും, ഓഫീസറിന് PO, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, അവർക്ക് മാത്രമേ എന്തുള്ളൂ മക്കളെ, ഇന്റർവ്യൂ അവർക്കേ ഉള്ളൂ. ഇനി എന്തൊക്കെ പഠിക്കണം? സിലബസ് നമ്മൾ വ്യക്തമാക്കി പഠിച്ചു. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. ഇനി നോക്കാൻ പോകുന്നത് ഇത് ഓരോന്നിനും ഇതിനകത്തൊക്കെ എന്തൊക്കെ പഠിക്കണം. ഇപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് എന്ന് പറഞ്ഞങ്ങ് പോവല്ല. അതിനകത്ത് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, നിങ്ങൾ ഏത് ലെവലിൽ പഠിക്കണം മാത്സ്, നിങ്ങൾ ഏത് അറ്റം വരെ പോകണം, റീസണിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടം വരെ പഠിക്കണം, ഇംഗ്ലീഷ് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. അതുകൂടെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ഈ ഒരു സെഷന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഓക്കെ, അടുത്തത് നോക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എത്രാം ക്ലാസ് വരെ പഠിക്കണം മാത്സ്? ഇന്ത്യയിലെ എല്ലാ ഡിഗ്രിക്കാരനും എഴുതാൻ പറ്റണം. ഇന്ത്യയിലെ എല്ലാ ഡിഗ്രിക്കാരനും എഴുതാൻ പറ്റണം എന്ന് പറഞ്ഞാൽ BA മലയാളംകാരനും എഴുതാൻ പറ്റണം, BA ഹിസ്റ്ററിക്കാരനും എഴുതാൻ പറ്റണം. അപ്പം ഈ BA മലയാളംകാരൻ എത്രാം ക്ലാസ് വരെ കണക്ക് പഠിക്കുന്നുള്ളൂ? 10ാം ക്ലാസ് വരെ. +1 +2 അവൻ കണക്ക് പഠിച്ചില്ല, അവൻ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്തെന്ന് വിചാരിക്കുക. സയൻസ് എടുത്തിട്ട് മലയാളം പഠിക്കുക, BA മലയാളത്തിന് ഒരു കുഴപ്പമില്ല, ഞാൻ പറയുവാണ്. അപ്പോൾ 10ാം ക്ലാസ് വരെ ഇവൻ മാത്സ് പഠിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിലും 10ാം ക്ലാസ് വരെയുള്ള മാത്സേ ഉള്ളൂ. അല്ല ഡിഗ്രി ലെവൽ പരീക്ഷയാണ് ഇവിടെ. അങ്ങ് ഡിഗ്രി വരെയുള്ള ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, മെട്രിക്സ്, പോളിനോമിയൽ, ടോപ്പോളജി, കുന്തം കുടച്ചക്ര, അതൊന്നും ഇവിടെ ഇല്ലടേ. അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ 10ാം ക്ലാസ് നിലവാരത്തിലുള്ള സാധനങ്ങളേ ഉള്ളൂ. നമ്പർ സിസ്റ്റം, LCM, HCF, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ, പെർസെൻറ്റേജ്. നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ നോക്ക്. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ 10ാം ക്ലാസ്സിനകത്ത് പഠിക്കുന്നതാണ്. LCM, HCF നിങ്ങൾ +2-ലല്ലോ പഠിച്ചത്. ആവറേജ് നിങ്ങൾ പഠിച്ചത് 6ാം ക്ലാസ്സിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് നിങ്ങൾ 7ാം ക്ലാസ്സിലാണ് പഠിച്ചത്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നിങ്ങൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ലൈഫിൽ പഠിച്ച കാര്യങ്ങളാണ്. അതേ ഉള്ളൂ ഇവിടെയും. അപ്പോൾ ഇതാണ് മാത്സിന്. അപ്പൊ മാത്സ് എന്ന് കേട്ടോണ്ട് കണക്കിൽ എന്തോ വലിയ സംഭവമാണ്, ഒന്നുമില്ലടേ. ഇത്രേ ഉള്ളൂ. പിന്നെ ആ ചോദ്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം, ഏത് രീതിയിൽ ചെയ്യണം, സ്കൂളിലെ പോലെ പെറുക്കി എഴുതിക്കൊണ്ടിരുന്നല്ല. അതൊക്കെ നിങ്ങൾ ക്ലാസ്സിലോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണക്കിനെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് എനിക്ക് വിട്ടേക്കും. അപ്പോൾ അതെങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടത് അതൊക്കെ പറഞ്ഞുതരാം. അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കുറച്ച് ക്ലാസ് കഴിയുമ്പോഴും കുറച്ച് ടെക്നിക്കുകൾ അതിൻ്റെ മനസ്സിലാക്കി കഴിയുമ്പോഴും അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതറിയാതെ നിങ്ങൾ ഈ സ്റ്റെപ്പ് എന്നും പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇത്രയേ ഉള്ളൂ. ഇതിനകത്തുള്ള ഡിഫറൻസിയേഷൻ, സെറ്റ് തിയറി, പോളിനോമിയൽ പോലും ഇല്ല. പോളിനോമിയലൊക്കെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, അതിനകത്ത് ഞാൻ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. പക്ഷേ ട്രിഗണോമെട്രിയോ സർക്കിൾസോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. സർക്കിൾസ് എന്ന് പറയുമ്പം വലിയ ആർക്ക് സംഭവം അതൊന്നുമില്ല. സാധാരണ ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനും പെരിമീറ്റർ കണ്ടുപിടിക്കാനും ഒക്കെ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, അടുത്തത് റീസണിങ്. റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താ? മെന്റൽ എബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. മാനസിക ശേഷി പരിശോധന. മെന്റൽ എബിലിറ്റി, വട്ടനാണോ എന്നല്ല, മെന്റൽ എബിലിറ്റി. നിങ്ങളുടെ ലോജിക് ഉപയോഗിച്ച് നിങ്ങൾ ഉത്തരം കൊടുക്കണം. കോഡിങ് ആൻഡ് ഡീകോഡിങ്. ഒരു വാക്കിനെ, ഇപ്പൊ മിൽക്ക് എന്ന് പറയുന്ന വാക്കിനെ ഞാൻ ഇങ്ങനെ QRSL എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ സിൽക്ക് എന്ന് പറയുന്ന വാക്കിനെ എങ്ങനെ എഴുതും? അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. അതാണ് കോഡിങ് ഡീകോഡിങ്. ആൽഫ ന്യൂമറിക് സീരീസ്. ഒരു ബന്ധവും ഇല്ലാതെ കുറെ ലെറ്ററും നമ്പറും എല്ലാം കൂടി ഇങ്ങനെ തന്നേക്കുന്നു. എന്നിട്ട് ചോദിക്കും വലത്തുനിന്ന് 3ാമോ നിൽക്കുന്നതിന്റെ ഇടത്തുനിന്ന് 6ാമോ നിൽക്കുന്ന ഏതാണ്? അതാണ് ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ്. പൊന്നമ്മ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി 3 മീറ്റർ വടക്കോട്ട് പോയി, 6 മീറ്റർ തെക്കോട്ട് പോയി, 7 മീറ്റർ കിഴക്കോട്ട് പോയി, ഇപ്പൊ അവൾ എങ്ങോട്ട് നോക്കിയാൽ നിൽക്കുന്നത്? അതാണ് ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ്. ബ്ലഡ് റിലേഷൻ. എന്റെ കുഞ്ഞമ്മയുടെ നാത്തൂന്റെ മോനെന്ന് പറയുന്നത് അവന്റെ വല്യമ്മയുടെ ചേച്ചിയുടെ അളിയനാണ്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം. അതാണ് ബ്ലഡ് റിലേഷൻ. പസിൽസ്. 6 പേര്
അല്ലെങ്കിൽ 8 പേര് ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയാണ്. ബാബുവിന്റെ അപ്പുറത്താണ് പൊന്നപ്പൻ ഇരിക്കുന്നത്, പൊന്നപ്പൻ്റെ ഇപ്പുറത്താണ് സോമൻ ഇരിക്കുന്നത്, സോമന്റെ വലത്തുനിന്ന് മൂന്നാമതാണ് അമ്മിണി ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൊന്നമ്മയുടെ ഇടത്തുനിന്ന് രണ്ടാമത് ഇരിക്കുന്ന ആര്? അതാണ് പസിൽസ്. ഇൻഇക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി ലെസ് ദാൻ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി. അങ്ങനെയാണ് എ ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? അതാണ് ഇൻഇക്വാളിറ്റീസ്. അടുത്തത് ഓർഡർ ആൻഡ് റാങ്കിങ്. അത് ഇത് പറഞ്ഞ പോലെ പസിലാണ്. കുറെ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നു, അതിന് 3ൽ നിന്ന് 4ാമത് എത്രയാണ് ഏതാണ് അങ്ങനെ ചോദിക്കുന്നത്. സിലോജിസം ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, എങ്കിലും പറയാം. ഇപ്പൊ സം കാറ്റ്സ് ആർ ഡോഗ്സ്, ഓൾ ഡോഗ്സ് ആർ. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണ്, അയ്യോ ബാങ്ക് എക്സാം ഭയങ്കരമാണ്. ഒന്നുമില്ല, അത് ലോജിക്കൽ റീസണിങ്ങിന്റെ ഒരു ഭാഗമാണ് സിലോജിസം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. ഇതിനൊക്കെ ഈസി ആയിട്ടുള്ള ടെക്നിക്കുകളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, നമ്മൾ ഈ ബാലരമയിലൊക്കെ മുട്ടുമുയലിന് വഴി കാണിച്ചു കൊടുക്കാവോ എന്ന് ചോദിക്കുന്ന പസിൽസ് ഒക്കെ ഇല്ല, അതുപോലെ ഇറ്റ്സ് ജസ്റ്റ് എ ഗെയിം, ഇറ്റ്സ് ജസ്റ്റ് എ പസിൽ. നിങ്ങൾക്ക് എൻജോയ് ബോറടി മാറ്റാൻ ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ് ഇതൊക്കെ റീസണിങ് എന്ന് പറയുന്നത്. യെസ്, നമ്മുടെ കോമൺ സെൻസും ലോജിക്കും ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് റീസണിങ് എന്ന് പറയുന്നത്. യെസ്. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. എല്ലാവർക്കും പേടിയാണ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ. അതെന്താണെന്നറിയോ? ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. നമ്മൾ ഇന്ത്യക്കാരെ കൊന്നാലും ഇംഗ്ലീഷ് പഠിക്കത്തില്ല. കാരണം എന്താ? MTI, മദർ ടങ് ഇൻഫ്ലുവൻസ്. നമുക്ക് നമ്മുടെ മാതൃഭാഷ വിട്ടൊരു കളിയില്ല. നമ്മൾ ഭയങ്കര ദേശസ്നേഹികളായതുകൊണ്ട് നമ്മൾ ഇപ്പം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞാൽ ഞാൻ ഉടനെ മനസ്സിലാലോചിക്കും, എനിക്ക് ഒരു ഗ്ലാസ്, എ ഗ്ലാസ് വാട്ടർ, ഐ നീഡ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇംഗ്ലീഷിനെ മലയാളത്തിലോട്ട് ഒരു ട്രാൻസ്ലേറ്റിംഗ് മെഷീൻ ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷ് വരാത്തത്. ഇംഗ്ലീഷ് ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ്, നോട്ട് എ നോളജ്. ഇംഗ്ലീഷ് ഒരു അറിവല്ല. ഇംഗ്ലീഷ് ഈസ് ജസ്റ്റ് എ ലാംഗ്വേജ്. ഒരു ഭാഷ പഠിക്കുന്നത് എങ്ങനെയാണ്? സംസാരിച്ച് പഠിക്കണം, എഴുതി പഠിക്കണം, വായിച്ച് പഠിക്കണം. അല്ലാതെ ഗ്രാമർ പഠിച്ചിട്ട് നിങ്ങൾ ഭാഷ പഠിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും പേരച്ചവും വിനയച്ചവും സന്ധി സമാസവും എല്ലാം കൃത്യമായിട്ട് പറയുന്ന എത്ര പേരുണ്ട് ഇവിടെ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, കർത്തരി പ്രയോഗത്തിൽ ഞാൻ ഈ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? അല്ലെങ്കിൽ കർമ്മണി പ്രയോഗം എന്താണ്? അല്ലെങ്കിൽ പേരച്ചവും വിനയച്ചവും എന്താണ്? ദിക്തസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വല്ലതും നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. പക്ഷെ നിങ്ങൾ പച്ചവെള്ളം പോലെ മലയാളം പറയുന്നില്ല. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ്സ് യുവർ മദർ ടങ്. അതുപോലെ ആയിരിക്കണം. അപ്പൊ വായിക്കുക, കേൾക്കുക, സംസാരിക്കുക, ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ ഇംഗ്ലീഷ് ഓക്കെ. അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷിൽ വേണ്ടത്, അല്ലേ? അപ്പൊ ലാംഗ്വേജ്, ഇനി എന്തൊക്കെയാണ് അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ? റീഡിങ് കോംപ്രിഹെൻഷൻ. ഒരു പാസേജ് തന്നിട്ട് അതിനെ വായിച്ച് നോക്കുക, അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ ചോദിക്കും. എറർ സ്പോട്ടിംഗ്, ഒരു സെന്റൻസിന്റെ ഏത് ഭാഗത്താണ് തെറ്റെന്ന് കണ്ടുപിടിക്കുക. ക്ലോസ് ടെസ്റ്റ്, വലിയൊരു പാസേജിലെ 10 വാക്കുകൾ മിസ്സിംഗ് ആയിരിക്കും, അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. പാരാജമ്പിൾസും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പാരാജമ്പിൾസ് പറഞ്ഞാൽ ഓർഡറിൽ തെറ്റുകൾ, അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ബ്ലാങ്ക് ഫിൽ ചെയ്യുക. മിസ്സലേനിയസ്, അതുപോലെ പാരഗ്രാഫ് കംപ്ലീഷൻസ്, ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ. ഇതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പം സിലബസ് അടക്കം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടാകണം. ബാങ്ക് എക്സാം എന്ന് പറയുന്നത് എന്താണ്? പേടിക്കേണ്ട കാര്യമാണോ? അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇതിനെ പേടിക്കേണ്ടതാണോ എന്ന്. സാർ, ഇതിൽ അസംഷൻ ആൻഡ് ഇൻഫറൻസ് ക്വസ്റ്റ്യൻ ഒക്കെ വരും. ഹയർ ലെവൽ റീസണിംഗ് ഉണ്ട്. ഹയർ ലെവൽ റീസണിങ്ങിനകത്തിൽ ഇപ്പൊ SBI PO അങ്ങനെ മെയിൻസ് എക്സാമിന് പോകുമ്പോൾ ഹയർ ലെവൽ റീസണിങ്ങിനകത്തിൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ, അസംഷൻസ്, ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അടുത്ത ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സും ഉണ്ടാകും, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് പ്ലസ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, അത് രണ്ടുകൂടെ ചേർത്താൽ, അതായത് ഇനി കൃത്യമായിട്ട് ഒരു 6 മാസം നിങ്ങൾ പത്രം വായിച്ചിട്ട് പോയാൽ, ഇന്ന് മുതൽ നിങ്ങൾ പത്രം വായിച്ചു തുടങ്ങിയാൽ ജനറൽ അവയർനെസ് നിങ്ങൾക്ക് 80% കിട്ടും. പിന്നെ കുറച്ച് ബാങ്കിങ് അവയർനെസ് കൂടെ പഠിച്ചാൽ മതി. അപ്പൊ ഇത് ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണോ? കറണ്ട് അഫയേഴ്സും ബാങ്കിങ് അവയർനെസ്സും ഒക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പത്രം വായിക്കുന്നവരാണോ? ഹിന്ദു എന്നൊരു പത്രം ഞാൻ റെഫർ ചെയ്യും കേട്ടോ, ദ ഹിന്ദു. ഇന്ന് മുതൽ നിങ്ങൾ ബാങ്ക് എക്സാം സീരിയസ് ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഞാൻ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ലീവ് ചെയ്യുന്നവർക്ക് അത് മിസ്സാവും. അതുകൊണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ ലീവ് ചെയ്യാതെ തന്നെ ഇരിക്കുക. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്, ഇത് ഒന്ന് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഈ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഞാൻ റെക്കമെൻഡ് ചെയ്യും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിന്ദു വായിക്കുക. ഹിന്ദുവിൻ്റെ അവർ ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റൈലും ഒരു രീതിയും ഒക്കെ യുണീക്കാണ്. അത് കുറച്ചുകൂടെ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ട രീതി, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു വിഷയം അവതരിപ്പിക്കേണ്ടത്, ഗ്രാമർ, അതിനുപരി കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത്
പ്രിപ്പയർ ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പറാണ് ഈ ഹിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദു വായിക്കുന്നത് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൊക്കാബുലറി. ഇംഗ്ലീഷിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ മടിക്കുന്നതിൻ്റെ കാരണവും ഈ വൊക്കാബുലറി ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ആകെ ഒരു 5000 വാക്ക് പോലും ഇംഗ്ലീഷിൽ അറിയത്തില്ല. 5000 ഒന്നുമില്ല, ഒരു 1000 വാക്കുകൾ പോലും നമുക്ക് ഇംഗ്ലീഷിൽ അറിയില്ല. പക്ഷെ മലയാളത്തിൽ നമുക്ക് 1,00,000 വാക്കുകൾ അറിയാം. അതുകൊണ്ട് എന്നെക്കുറിച്ച് എന്തിനെക്കുറിച്ച് പറയാൻ പറഞ്ഞാലും ഒന്നും അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ തത്തയെ പറ്റി പറയാൻ പറഞ്ഞാൽ തത്ത ഒരു പക്ഷിയാണ്, പറക്കും, ഓടും, ചാടും എന്നൊക്കെ എനിക്ക് പറയാം. പക്ഷേ ഈ തത്തയെ പറ്റി ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യത്തെ പറ്റി ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞാൽ ഞാൻ അവിടെ വന്നിട്ട് ദാറ്റ് ഈസ് ദ വെരി ഗുഡ് തിങ് എന്നൊക്കെയുള്ള വാക്ക്, ദാറ്റ് ഈസ് വെരി ഗുഡ് തിങ് വാക്കുകളൊക്കെ എൻ്റെ മനസ്സിൽ വരത്തുള്ളൂ. അല്ലാതെ യുണീക്നെസ് ആയിട്ടുള്ള വാക്കുകളൊന്നും എൻ്റെ മനസ്സിൽ വരുത്തില്ല. പറയാനും ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, പക്ഷെ വാക്കുകളില്ല. അപ്പോൾ ഈ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇന്നൊരു ഹിന്ദു പത്രം എടുത്ത് ഏതെങ്കിലും ഒരു ന്യൂസ് ഒന്ന് വായിച്ചു നോക്കുക. പുതിയ 10 വാക്കുകൾ നിങ്ങൾ പഠിക്കും. സാർ ഇംഗ്ലീഷ് ലെറ്റർ റൈറ്റിംഗ് എക്സാം പെൻ ആൻഡ് പേപ്പർ ആണോ? ടൈപ്പിംഗ് ആണ്. പണ്ടൊക്കെ പെൻ ആൻഡ് പേപ്പർ ആണ്, ഇപ്പോൾ അതൊക്കെ ടൈപ്പിംഗ് ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കൊരു Q&A സെഷൻ. നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും പറഞ്ഞിട്ട് ഞാനിത് നിർത്തത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ അതുപോലെ ന്യൂസ് പേപ്പർ വായിക്കുക എല്ലാ ദിവസവും കൃത്യമായിട്ട്. ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് അസൈൻമെൻറ്റ്സ് ഉണ്ട്. ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള 3 ബുക്കുകൾ നിങ്ങൾക്ക് വേണം. അതിൽ വെച്ചിട്ടുള്ള അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. അപ്പോൾ ഇതാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. അപ്പം കറണ്ട് അഫേഴ്സും ബാങ്ക്. ഇനി 2 ചോദ്യങ്ങൾ ഇവിടെ സാധാരണ ഞാൻ കുട്ടികളോട് ചോദിക്കുന്നതാണ്. അത് അവിടെ കിടക്കട്ടെ, നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാം. അപ്പം ഇത്രയാണ് ബാങ്ക് എക്സാം എന്ന് പറയുമ്പോൾ അതിൻ്റെ സിലബസും അതിൻ്റെ കാര്യങ്ങളും. നിങ്ങൾ ഒരു ബാങ്ക് പരീക്ഷയ്ക്ക് ബാങ്കിൽ ഒരു ജോലി എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ, ഞാൻ ആ സെഷൻ പറഞ്ഞത് നിങ്ങളുടെ തീരുമാനമാണെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. അപ്പം ഇത്ര ഒരു വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് കിട്ടിയോ? ബാങ്ക് പരീക്ഷ എന്താണ്, എങ്ങനെയാണ്, ആരാണ് നടത്തുന്നത്, എന്തൊക്കെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയോ? യെസ്. ഓക്കെ. ഇനി എനിക്ക് പറയാനുള്ളത് ഇനിയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം. നമ്മുടെ ക്ലാസ് തിങ്കൾ മുതൽ വെള്ളി വരെ, മൺഡേ ടു ഫ്രൈഡേ 7:30 മുതൽ 9 മണി വരെ ഓൺലൈനായിട്ട് സൂം പ്ലാറ്റ്ഫോമിലായിരിക്കും ക്ലാസ് എടുക്കുക. ആ ക്ലാസ് അന്ന് രാത്രിയോ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്കോ നിങ്ങൾക്ക് ആപ്പിൽ റെക്കോർഡ് സെഷൻ ആയിട്ട് കിട്ടും. ഈ റെക്കോർഡഡ് സെഷൻ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ലൈവ് ക്ലാസ്സിൽ കയറാതിരുന്നാൽ ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ക്ലാസ് എന്നാൽ പിന്നെ എനിക്ക് ഈ വീഡിയോ എനിക്ക് കുറച്ചുകൂടെ എളുപ്പം ഒരു ദിവസം ഒരു 10 വീഡിയോ എടുത്ത് അങ്ങ് ഇട്ടാൽ മതിയല്ലോ അതിനകത്തോട്ട്. പിന്നെ ഞാൻ എന്തിനാണ് ഈ ലൈവ് ക്ലാസ് വെക്കുന്നത്? നിങ്ങളുടെമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനും എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയേണ്ടതുമാണ്. നമ്മൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ലൈവ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. റെക്കോർഡഡ് സെഷൻ എന്ന് പറയുന്നത് യാതൊരു നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് ലീവ് എടുത്താൽ അതിൻ്റെ കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്നുകൂടെ കേൾക്കണം. മാത്സ് ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അത് കാണണം, ഒന്നുകൂടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടോ ഒന്നുകൂടെ ഒന്ന് കേൾക്കണമെങ്കിൽ എന്നോട് ചോദിക്കുന്നതിന് പകരം ആ റെക്കോർഡഡ് സെഷൻ എടുത്ത് കാണാം. അത് ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടി അങ്ങനെ തരുന്നതാണ്. അല്ലാതെ റെക്കോർഡഡ് സെഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ വരാതിരിക്കുക. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ വരുന്നതിനോട് തന്നെയാണ് താല്പര്യം. പിന്നെ ഈ ലൈവ് ക്ലാസ്സിൽ ഒരു നിവൃത്തിയും ഇല്ലാത്തവർക്ക്, ഈ സമയം ഒട്ടും പറ്റാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് സെഷൻസിന് മാത്രമായിട്ട് ഒരു കോഴ്സ് നമ്മുടെ ആപ്പിലുണ്ട്. അതായത് ഞാൻ ഈ എടുക്കുന്ന റെക്കോർഡഡ് സെഷൻസ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഞാനൊരു കാര്യം പറയട്ടെ, ക്ലിയർ ആക്കി തരാം, നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് ഈ ബാങ്ക് കോച്ചിങ്ങിന് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻ ഫ്രീ ആയിരിക്കും. പിന്നെ നിങ്ങൾ അത് ആപ്പിൽ പോയി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് ഫ്രീ ആണ്. ക്ലാസ്സിൽ വരുന്ന എല്ലാവർക്കും റെക്കോർഡഡ് സെഷൻസിന്റെ ആക്സസ് ഫ്രീ ആണ്. ഞാൻ പറഞ്ഞത് ലൈവ് ക്ലാസ്സിൽ വരാൻ പറ്റാത്ത ഒരാളിന്, ലൈവ് ക്ലാസ്സിൽ താല്പര്യമേ ഇല്ല, അല്ലെങ്കിൽ ലൈവ് ക്ലാസ് അയാളെ കൊണ്ട് പറ്റത്തില്ല, അയാൾക്ക് ആ സമയം ഓക്കെ അല്ല, അങ്ങനെയുള്ള ഒരാളിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആപ്പിൽ പോയിട്ട് എന്നോട് പോലും പറയണ്ട, നിങ്ങൾ എന്നോട് യാതൊരു കമ്മ്യൂണിക്കേഷനും വേണ്ട, ആപ്പിൽ അത് കോഴ്സസിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അല്ലാതെ ഈ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള, പേയ്മെന്റ് ചെയ്ത് ജോയിൻ ചെയ്തിട്ടുള്ള ആർക്കും ഈ സെഷൻസ് ഫ്രീ ആയിരിക്കും. ലൈവ് നിങ്ങൾ പോലും അറിയാതെ അത് ആപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഇതുവരെ അതിൻ്റെ കോഴ്സ് ആപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അത് വന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത കാര്യം, അപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞു, ക്ലാസ്സിൻ്റെ സമയം പറഞ്ഞു, അതുപോലെ നമുക്ക് അടുത്ത ക്ലാസ് എന്നാണ്, നെക്സ്റ്റ് സെഷൻ
നെക്സ്റ്റ് സെഷൻ നാളെയല്ല, മൺഡേ മുതലേ ഉള്ളൂ. കാരണം കുറച്ച് ആളുകൾ എന്നോട് അവർക്ക് അല്പം സമയം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൺഡേ മുതലായിരിക്കും നമ്മുടെ നെക്സ്റ്റ് സെഷൻ. അപ്പോൾ നാളെയും മറ്റന്നാളും നമുക്ക് ക്ലാസ് ഇല്ല, തിങ്കളാഴ്ച മുതലാണ് ക്ലാസ്. ഇനി അടുത്ത ചോദ്യം, കോഴ്സിന്റെ ഫീ എത്രയാണ്? 6999. ഇത് ഒന്നിച്ചടയ്ക്കണം. നമ്മുടെ പേയ്മെന്റ്സ് എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. അതായത് എനിക്ക് നിങ്ങൾ തരുന്ന ക്യാഷ് നിങ്ങൾ എനിക്ക് നേരിട്ടല്ല തരുന്നത്. നമുക്കിടയിൽ ഒരാളുണ്ട്, റാസോപ്പേ എന്ന് പറഞ്ഞ ഒരാൾ നിൽപ്പുണ്ട്. അയാൾ വാങ്ങിച്ച് GSTയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ക്യാഷ് വരുന്നത്. അപ്പം നമുക്ക് EMI വാങ്ങിക്കാൻ പറ്റത്തില്ല. ലീഗലി നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല, നിങ്ങൾക്ക് EMI അല്ലെങ്കിൽ ഒന്നിച്ച് ഇത്രയും പൈസ എടുക്കാനില്ല എങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എനിക്ക് GPay ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ EMIക്ക് റെഡി ആണെങ്കിൽ, സാധാരണ പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അത് വൺ ടൈം ആയിട്ട് അത് പേ ചെയ്യാനായിട്ട് നോക്കൂ. അപ്പം എനിക്കും ആ ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്കും ആ ഒരു ബുദ്ധിമുട്ടില്ല, കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകും. ഇത് പിന്നെ ഞാൻ ഇതിന് പ്രത്യേക കണക്കുണ്ടാക്കാൻ നടക്കണം, പ്രത്യേക അക്കൗണ്ട്സ് പ്രിപ്പയർ, അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട്. പിന്നെ പക്ഷേ എങ്കിലും ഒന്നിച്ച് ചിലപ്പം ചില ആളുകളുടെ കാണത്തില്ല, അവർക്ക് EMI ആയിട്ട് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ, കാരണം എനിക്ക് ഇതൊരു വരുമാനം മാത്രമല്ല, എനിക്കൊരു വരുമാന മാർഗം മാത്രമല്ല, ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം, അതുകൊണ്ട് ഞാൻ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാനൊരു റിസ്ക് ആണ് അതിൽ എടുക്കുന്നത്. എങ്കിലും അങ്ങനെ താല്പര്യമുള്ളവർ ഈ സെഷന് ശേഷം നിങ്ങൾക്ക് എന്നോട് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അതിന് വേണ്ട കാര്യങ്ങൾ എന്താ, EMIയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പേയ്മെന്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി റെക്കോർഡഡ് സെഷൻസ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരിക്കലും ഒരു ഓപ്ഷൻ അല്ല, വേറെ ഒരു നിവൃത്തിയും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം 4999. അതിൽ ആപ്പിൽ അവർ EMI കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കട്ടെ. ഞാൻ ആ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 5000 മുകളിലാകുമ്പോൾ ചിലപ്പോൾ EMI വരാൻ ചാൻസ് ഉണ്ട്. 4999 എന്ന് പറയുമ്പോൾ GST അടക്കം 5 സംതിങ് വരും. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ EMI കിട്ടിയേക്കാം, എനിക്കറിയില്ല, നോക്കാം. പക്ഷെ ഒരിക്കലും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വില കൂട്ടിയിട്ടേക്കുന്നത്. ഇത് ആരും മേടിക്കരുത്. അപ്പൊ ഇത് മേടിക്കാൻ പോകുന്ന വിചാരിക്കും, റെക്കോർഡഡ് ക്ലാസ്സിന് 5000, എന്നാൽ പിന്നെ എനിക്ക് ലൈവ് ക്ലാസ്സിൽ പോയാൽ അവനെ ഇതിലോട്ട് വരുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ വില ഇട്ടേക്കുന്നത്. ഇനി ഇത് 10 പേര് കൂടുതൽ മേടിക്കുമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഇതിന് 1,00,000 രൂപ എന്ന് വില ഇടും. കാരണം ഇത് ആരും മേടിക്കരുത്. ഇത് വിറ്റുള്ള കാശ് എനിക്ക് വേണ്ട. അത് എനിക്ക് ലൈവ് ക്ലാസ് ആണ് എനിക്ക് താല്പര്യം. ഇത് വിറ്റുള്ള കാശ് എനിക്ക് വേണ്ട. ഇത് ഒരു 10 പേര് ഇത് ഇന്ന് മേടിക്കുവാണെങ്കിൽ നാളെ ഞാൻ ഇതിന്റെ വില 1,00,000 രൂപയാക്കും. അതുകൊണ്ട് ഇത് ആരും വാങ്ങിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ വരിക, ലൈവ് ക്ലാസ്സിൽ വന്ന് പഠിക്കുക. റെക്കോർഡഡ് സെഷൻസ് വാങ്ങിച്ചിട്ട് ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന ആളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും, ചേട്ടാ ഞാൻ ആരായെന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷേ മക്കളെ, നിങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ നിങ്ങളിത് വാങ്ങിച്ചു. നിങ്ങൾക്ക് പറ്റത്തില്ല ഈ സമയം, നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ഇത് തന്നെ ചെയ്തുകൊള്ളാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സാറിനോട് ചോദിച്ചോളാം, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് വാങ്ങിച്ചു. ഓക്കെ, യെസ്. അപ്പോൾ ക്ലാസ്സിനെ പറ്റി ഞാൻ പറഞ്ഞു, കോഴ്സിനെ പറ്റി പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഇപ്പം ഞാൻ ഇതിൻ്റെ നിങ്ങൾക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റിൻ്റെ ലിങ്ക് ഇടാം. അല്ല EMI ആണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുക. അല്ലാത്തവർക്ക് ഒന്നിച്ച് അടയ്ക്കാൻ പറ്റുന്നവർക്ക് ഞാനിപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർന്നോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? പരീക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചോ, എന്തായിരിക്കും പോർഷൻസ് എടുത്ത് തീർക്കുമോ എന്നോ, അല്ലെങ്കിൽ വരുന്ന പരീക്ഷകളെ കുറിച്ചോ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. സംശയങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യുകയും ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. എത്ര മന്ത് കോഴ്സ്? യെസ്, എക്സാക്ട്ലി. അത് പറഞ്ഞില്ല, അത് ചോദിച്ചത് നന്നായി. പോർഷൻസ് പഠിപ്പിച്ച് തീർക്കാൻ എനിക്ക് വേണ്ട സമയം 6 മാസം. 6 മാസം. ആപ്ലിക്കേഷൻ സപ്പോർട്ട്, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ലൈവ് എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ, ഫുൾ ലെങ്ത് എക്സാമുകൾ, പ്രാക്ടീസ് സെഷനുകൾ, ഈ കോഴ്സിൻ്റെ ലൈവ് ക്ലാസ് അല്ലാതെ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിടുന്ന ചില വീഡിയോസ് ഉണ്ടായിരിക്കും, ചില ഷോർട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിരുന്ന വീഡിയോസ്, അതിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് 2 വർഷത്തേക്ക് കിട്ടും. 2 വർഷത്തേക്ക്. ഞാൻ ആദ്യം 1 വർഷം പ്ലാൻ ചെയ്തത്, വീണ്ടും എൻ്റെ മനസ്സ് മാറി 2 വർഷമാക്കി.
2 വർഷത്തേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സപ്പോർട്ട് കിട്ടും. അതായത് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഈ 2 വർഷവും കാണാം. ഈ റെക്കോർഡഡ് സെഷൻ എല്ലാം നിങ്ങൾക്ക് 2 വർഷവും കാണാം. എക്സാംസ് എല്ലാം നിങ്ങൾക്ക് എഴുതാം. പുതിയ പുതിയ എക്സാംസ് വരുന്ന എല്ലാം നിങ്ങൾക്ക് എഴുതാം. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 2 വർഷം. 6 മാസം എന്ന് പറയുന്നത് കൂടാം കുറയാം. കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. കാരണം എനിക്ക് ഈ പോർഷൻസ് കവർ ചെയ്യാനും നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനും ഒക്കെ വേണ്ട സമയമാണ് 6 മാസം എന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അടുത്തത് അതെന്തായാലും ചോദിച്ചത് നന്നായി. ഞാനത് 10 ഇയർ മുമ്പുള്ള ഒരു ബുക്ക് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ കഴിയുമോ സാർ? ഒരിക്കലും പറ്റത്തില്ല മോനെ. 10 വർഷം മുമ്പ് ഈ പാറ്റേണേ അല്ല, പ്രിലിംസ് മെയിൻസ് ഉള്ള ആ ഒരു സംഭവം ഇതൊന്നും അല്ല, ഒരിക്കലും ഉപയോഗിക്കരുത്. IBPS സംബന്ധിച്ചിടത്തോളം ഓരോ പരീക്ഷ കഴിയുന്നതോറും അവർ പുതിയ പുതിയ ചോദ്യങ്ങൾ, പുതിയ പാറ്റേണുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ചോദ്യങ്ങൾ. അതുകൊണ്ട് 10 വർഷം മുമ്പുള്ള ബുക്കൊന്നും നമ്മൾ കൈകൊണ്ട് പോലും തുടരുത്. പിന്നെ ചെയ്ത് പഠിക്കുക. SBIയുടെ ബ്രാഞ്ച് ഇന്ത്യക്ക് പുറത്തുമുണ്ടല്ലോ, അവിടേക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? യെസ്, നല്ല ചോദ്യം. ഇച്ചിരി കടന്ന ചോദ്യമാണ്. SBIയുടെ ഇന്ത്യക്ക് പുറത്തുള്ള ബ്രാഞ്ചിലേക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം SBIക്ക് അകത്ത് കയറണം, ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കയറണം. എന്നിട്ട് SBI നടത്തുന്ന ഒരു പരീക്ഷയുണ്ട്, ജിബോ എന്ന് പറയും, ജൂനിയർ ഇന്ത്യ ബേസ്ഡ് ഓഫീസർ. ആ പരീക്ഷ എഴുതി കഴിഞ്ഞ് ആ പരീക്ഷ, അതിന് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് പറഞ്ഞത്. JIBO, ജിബോ, ജൂനിയർ ഇന്ത്യ ബേസ്ഡ് ഓഫീസർ. ആ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇതിൽ വെച്ച് നോക്കുമ്പോൾ സിലബസ് വളരെ ലൈറ്റാണ് കേട്ടോ. ഞാൻ ആ റെബിൻഷയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഈ ജിബോ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ SBIയുടെ ഓവർസീസ് ബ്രാഞ്ചുകളിലേക്ക് ജോലി കിട്ടും. സ്റ്റാർട്ടിങ് സാലറി 3 ലക്ഷം രൂപയൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ 3 ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ ചെലവുകളും കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ്. അപ്പം അതാണ് ജിബോ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇംഗ്ലീഷ് 20 മിനിറ്റ്സ് അല്ലേ പറഞ്ഞ എക്സാമിന്, അത് പെട്ടെന്ന് തീർത്താൽ വരുന്ന സർപ്ലസ് ടൈം ബാക്കി ഒരിക്കലും പറ്റത്തില്ല. അവിടെ വെറുതെ നോക്കിയിരിക്കേണ്ടി വരും. 20 മിനിറ്റിന്റെ സെഷനാണ്. നിങ്ങൾ 15 മിനിറ്റ് ആയപ്പോൾ കഴിഞ്ഞു. 5 മിനിറ്റ് നിങ്ങൾക്ക് അവിടെ നോക്കിയിരിക്കാം വെറുതെ കേട്ടോ. 5 മിനിറ്റ് നിങ്ങൾക്ക് അവിടെ വെറുതെ നോക്കിയിരിക്കാം. അല്ലാതെ ആ സമയം എടുത്ത് നിങ്ങൾക്ക് കാരണം ഇത് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇംഗ്ലീഷ്, നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഇങ്ങനെ ആയിരിക്കും ഇംഗ്ലീഷ്, ഇത് QA, ഇത് റീസണിങ്, ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇത് നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഇത് ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും ലോക്ക്ഡ് ആയിരിക്കും. 20 മിനിറ്റ് എപ്പോൾ കഴിയുന്നു അപ്പോൾ ഇത് ലോക്കായിട്ട് ഇത് ആക്റ്റീവ് ആവും. പിന്നെ ഇവിടെ 20 മിനിറ്റ് എപ്പോൾ കഴിയുന്നു ഇത് രണ്ടും ലോക്കായിട്ട് ഇത് ആക്റ്റീവ് ആവും. അങ്ങനെയാണ് ഇവന്മാരുടെ സോഫ്റ്റ്വെയർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. പരീക്ഷ എവിടെ പോയി എഴുതണം? വീട്ടിൽ ഇരുന്ന് എഴുതാൻ പറ്റുമോ? ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് അല്ല. അത് ഏതെങ്കിലും ഒക്കെ ഈ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ അധികം കമ്പ്യൂട്ടേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള, നെറ്റ്വർക്കിംഗ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജസിലോ അല്ലെങ്കിൽ ഈ ടെക്നോ പാർക്കുകളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരിക്കും എക്സാം. അത് നമുക്ക് ഹോൾ ടിക്കറ്റ് തരുമ്പോൾ അവർ പറയും നമ്മുടെ എക്സാമിനേഷൻ സെന്റർ എവിടെയാണെന്ന്, നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഹോൾ ടിക്കറ്റ് അവർ നമുക്ക് തരും. അത് വെച്ച് നമ്മൾ ആ പറഞ്ഞ സ്ഥലത്ത് പോയി വേണം പരീക്ഷ എഴുതാൻ. ഓക്കെ. നാവിഗേഷൻ ചെയ്യാൻ കഴിയുമോ? ക്വസ്റ്റ്യൻസ് ഇൻ ബിറ്റ്വീൻ പറ്റുമല്ലോ. അതൊക്കെ പറ്റും. ക്വസ്റ്റ്യൻസ് എവിടെ? സ്ക്രീൻ ഇപ്പോൾ ഇതാണ്. നിങ്ങളുടെ ഫുൾ മോണിറ്റർ ഇതാണെങ്കിൽ ഇത്രയും പോർഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണും. സൈഡിൽ ഇതേപോലെ ഒരു പാനൽ ഉണ്ടായിരിക്കും. അവിടെ 1, 2, 3, 4 ഇതെല്ലാം ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വരും, ഇതിൽ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബട്ടൺ കാണും, സേവ് ആൻഡ് നെക്സ്റ്റ്. ഇടേ സമാധാനപ്പെടും. നമ്മുടെ ആപ്ലിക്കേഷൻ ലൈറ്റൊക്കെ മോഡൽ ഞാൻ ഇട്ട് തരാം. നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടോ? ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് അതേപോലെ തന്നെ ആ എക്സാമിന്റെ അതേ പാറ്റേണിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇത് സാറ് കാണിച്ചത് അതേ സ്ക്രീനാണല്ലോ, IBPS എക്സാമിന്റെ അതേ സ്ക്രീനിൽ നിങ്ങളെ ഞാൻ പരീക്ഷ എഴുതിപ്പിക്കും. അതൊക്കെ നിങ്ങൾ സമാധാനപ്പെടും. അപ്പൊ അതുകൊണ്ട് അത് 1-2 പരീക്ഷകൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈവ് ക്ലാസ് മോർണിംഗ് ആണോ ഈവനിങ് ആണോ? 7:30 PM 7:30 PM മുതൽ 9 PM വരെ 7:30 to 9. കോഴ്സ് ഫുൾ ഓൺലൈൻ ആണ്. പിന്നെ ഭാവിയിൽ നമ്മളൊരു ഓഫ്ലൈൻ സെന്റർ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് വരാം. അതൊന്നും കുഴപ്പമില്ല. കോഴ്സ് ഫുൾ ഓൺലൈൻ ആണ്. വേറെ എനി ഡൗട്ട്? അപ്പോൾ ഏകദേശം നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നോ? ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടോ? കോപ്പറേറ്റീവ് എക്സാംസ് IBPS അല്ല നമ്മളെ നടത്തുന്നത്. അത്
കോപ്പറേറ്റീവ് എക്സാം നടത്തുന്നത് എപ്പോഴും സ്റ്റേറ്റ് PSCs ആയിരിക്കും കേട്ടോ. ഉണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാം. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഇതിനകത്തിൽ ഉൾപ്പെടുത്തുന്നത്. തന്നെയല്ല അത് BCom കോർപ്പറേഷൻ ഒക്കെ പഠിച്ചവർക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. എല്ലാ ഡിഗ്രിക്കാർക്കും പറ്റത്തില്ല. ഓക്കെ. യെസ് സാർ, CA ലാസ്റ്റ് 6 months ആണ് എപ്പോഴും ചോദിക്കുന്നത്. അതെ. അവസാനത്തെ 6 മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെച്ചേക്ക്. 6 or 5 ആയാലും മതി. എത്ര നന്നായി വായിച്ചുകൊണ്ട് പോകുന്നു അത്രയും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട്. ഓക്കെ. യെസ്. സോ നല്ലൊരു സെഷൻ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. എന്തായാലും ഗ്രൂപ്പിൽ ഞാൻ അതിൻ്റെ പേയ്മെന്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. EMI ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയുക. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. കഴിവതും അല്ലാതെ പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ എത്ര ഉള്ളൂ മക്കളെ? ഇനി ആർക്കും ഒന്നും പറയാനില്ലല്ലോ. താങ്ക് യു സോ മച്ച്. യെസ്. സോ നമുക്ക് വീണ്ടും ക്ലാസ്സിൽ കാണാം. ഓക്കെ. താങ്ക് യു.